പ്രാതസന്ധ്യ എന്ന് പറയും, അതുതന്നെയാണ് ഉഷസന്ധ്യ. അപ്പോഴാണ് ഗായത്രി ജപിക്കുക. അരയ്ക്ക് വെള്ളത്തിലിറങ്ങിയിട്ട് സൂര്യനെ നോക്കിയിട്ട് ഗായത്രി ജപിച്ച് പിതൃക്കൾക്ക് തർപ്പിക്കും. തെക്കോട്ട് കിഴക്ക് ഭാഗത്തേക്ക് സൂര്യനും തർപ്പിക്കും. എന്നിട്ട് മുങ്ങിക്കുളിക്കും. ഇന്ന് മുങ്ങിക്കുളിയൊക്കെ നമ്മൾ മറന്നു. സന്ധ്യാവന്ദനം പോയിട്ട് മുങ്ങിക്കുളിക്കാൻ പറ്റാതെയായി. ഇന്ന് വെള്ളമൊക്കെ മലിനമായില്ലേ. പണ്ട് പുഴയിൽ കുളിച്ചിരുന്നു. ഇന്ന് പുഴയിൽ ഇറങ്ങരുത് എന്നാണ് പറയണത്. കാരണം അമീബിക്ക് മസ്തിഷ്കജ്വരം വരും. ഒരു പ്രത്യേക അമീബ മൂക്കിലൂടെ കയറി നമ്മുടെ തലച്ചോറ് കാർന്ന് തിന്നും. ഇപ്പോൾ തിരുവനന്തപുരത്ത് 1-2 ആൾക്കാരൊക്കെ മരിച്ചു മസ്തിഷ്കജ്വരം ബാധിച്ചിട്ട്. കാരണം കലങ്ങിയ വെള്ളത്തിലൊക്കെ മുങ്ങുമ്പോൾ, പണ്ടൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ മുങ്ങിക്കുളിച്ചിരുന്നു. അന്നുമില്ലേ അമീബ? അമീബ അന്നുണ്ട്, അമീബ ഇന്നുമുണ്ട്. പിന്നെന്താ അന്ന് മൂക്കിൽ കയറാഞ്ഞത്? അന്ന് വെള്ളം മലിനമല്ല. ഇന്ന് വേസ്റ്റും അതുപോലെ തന്നെ അതും ഇതും ഒക്കെ വെള്ളത്തിലിട്ട് വെള്ളം മലിനമായി. അപ്പോൾ എല്ലാ അമീബയും വൈറസുകളും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. പണ്ട് ഇത്ര ജനസംഖ്യ ഉണ്ടായിരുന്നില്ല, മനുഷ്യന് ഇത്ര സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പ്രകൃതി പിന്നെ ഇത്ര വലിയ പ്രകൃതിക്ക് ദുരന്തമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രകൃതിയിൽ നല്ല പ്രകൃതിയായിരുന്നു, ശാന്ത സ്വഭാവമായിരുന്നു. ഇപ്പം പ്രകൃതിയൊക്കെ നേരെ വിപരീതമായി മനുഷ്യൻ്റെ. അപ്പം മനുഷ്യൻ്റെ കാലൻ ആരാ ചോദിച്ചാൽ, മനുഷ്യൻ്റെ കാലൻ മനുഷ്യൻ തന്നെയാണ്. നമ്മുടെ കാലന്മാർ നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാലനും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഒരു ഭഗവാനും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. 2 പേരുണ്ട് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ കാലനെ ജയിച്ചിട്ട് കാലകാലൻ നമ്മുടെ ഉള്ളിൽ ജ്വലിച്ച് നിൽക്കണം. കാലകാലനാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്, കാലനല്ല. ഏതായാലും ഇവിടെ സന്ധ്യാവന്ദനമൊക്കെ ചെയ്തു എന്നാണ്. കാരണം സന്ധ്യയായി, അസ്തമയായി. എപ്പോഴാണ് അവരെ കടലിൻ്റെ തീരത്തെത്തിയത്? വാനര സൈന്യം. ഭഗവാനും ലക്ഷ്മണനും സന്ധ്യാവന്ദനം ചെയ്തു. അവരുടെ കൂട്ടത്തിൽ അറിയാവുന്ന ചില വാനരന്മാർ, അവരും എന്ത് ചെയ്തു? അവർക്കിത് അറിയില്ല സന്ധ്യാവന്ദനം ചെയ്യേണ്ടത്. കുരങ്ങന്മാരല്ലേ. പക്ഷെ കുരങ്ങന്മാർക്കൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? അനുകരിക്കും എന്നാണ്. ഇപ്പം നമ്മൾ തൊപ്പിക്കാരൻ്റെ ഒരു കഥ പണ്ട് പഠിച്ചിട്ടുണ്ട്. തൊപ്പിക്കാരൻ കിടന്നുറങ്ങ് മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കുരങ്ങനുണ്ട്. കുരങ്ങൻ ഈ തൊപ്പിയൊക്കെ എടുത്ത് കൊണ്ടുപോയി അല്ലേ. തൊപ്പികളൊക്കെ എടുത്ത് കൊണ്ടുപോയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ തലയിലൊരു തൊപ്പിയുണ്ട്. ആ തൊപ്പി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തപ്പോൾ ആ മരത്തിന് മുകളിലുള്ള കുരങ്ങന്മാരൊക്കെ അവരുടെ തലയിൽ നിന്ന് തൊപ്പികളൊക്കെ ഇങ്ങോട്ടും എറിഞ്ഞു. കാരണം എന്താണോ അങ്ങോട്ട് കാണിച്ചത് അത് ഇങ്ങോട്ടും കാണിക്കും. കണ്ണാടി പോലെയാണ് വാനരൻ എന്ന് പറയാറുണ്ട്. ചിരി ഇളിച്ച് കാണിച്ച കുരങ്ങൻ ഇങ്ങോട്ടും ചിരി ഇളിച്ച് വിടും. അനുകരിക്കാൻ മാത്രമേ കുരങ്ങന്മാർക്ക് കഴിയുള്ളൂ, വേറൊന്നും കഴിയില്ല. അനുകരിക്കും. അതേപോലെ സന്ധ്യാവന്ദനത്തിന് ഇറങ്ങി വെള്ളമൊക്കെ കയ്യിലെടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? കുരങ്ങന്മാരും അതേപോലെ വെള്ളമൊക്കെ കയ്യിലെടുത്തു. പിന്നെ എന്തൊക്കെ മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ട് രാമനും ലക്ഷ്മണനും. അപ്പോൾ കുരങ്ങന്മാരും എന്ത് ചെയ്തു? ചുണ്ടുകൊണ്ടൊക്കെ ഓരോ ഗോഷ്ഠിതരം കാണിക്കാൻ തുടങ്ങി. മന്ത്രം ചൊല്ലണമെന്നറിയില്ല. എന്തായാലും സന്ധ്യാവന്ദനം ഗംഭീരായി. സന്ധ്യാവന്ദനം എന്നാണ് പറയാം. ഇനി ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ കുരങ്ങന്മാരല്ല കേട്ടോ രാമായണത്തിലെ കുരങ്ങന്മാർ. കുരങ്ങെന്ന് പറയാൻ തന്നെ പാടില്ല രാമായണത്തിൽ. ഇവിടെയാണ് ഈ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു രാമായണമുണ്ട്. ദിവസവും ചെല്ലാൻ പറ്റുന്ന രാമായണമായിട്ട് മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഗോപാലകൃഷ്ണ വൈദിക് എന്നു പേരായ ഒരു പണ്ഡിതൻ അതിനൊരു മുഖപ്രസംഗം, ഒരു ആമുഖം എഴുതിയിട്ടുണ്ട്, പ്രീഫേസ്. ആ പ്രീഫേസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിൽ വൈദിക് പറഞ്ഞൊരു കാര്യം, ഈ വാനരന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് കുരങ്ങന്മാരല്ല. അങ്ങനെയാണെങ്കിൽ ജാമ്പവാൻ കുരങ്ങനാണല്ലോ. ഈ ജാമ്പവാൻ്റെ മകളെയാണല്ലോ ശ്രീകൃഷ്ണൻ കല്യാണം കഴിച്ചത്. ഈ കുരങ്ങൻ്റെ കുട്ടി ആരെങ്കിലും കല്യാണം കഴിക്കും? മനുഷ്യന്മാർ ആലോചിച്ചറിഞ്ഞൂടെ? ഒരു കുരങ്ങൻ കുട്ടിയെ കല്യാണം കഴിക്കുക, അത് ശ്രീകൃഷ്ണനെ പോലെയുള്ള ഒരു ഭഗവാൻ. അതേപോലെ തന്നെ പിന്നെ കുരങ്ങന്മാരൊക്കെ സംസാരിക്കുക, മനുഷ്യന്മാർ സംസാരിക്കണമാർ കുരങ്ങന്മാർ സംസാരിക്കുക. കുരങ്ങന്മാർക്കൊരു രാജാവ്, കുരങ്ങന്മാർക്കൊരു ഭാര്യ, കുരങ്ങന്മാരുടെ സുഗ്രീവൻ്റെ ഭാര്യ താരയെ സാന്ത്വനിപ്പിക്കുക. ആര്? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. താര സുന്ദരിയാണെന്ന് പറയാം. ഇതൊക്കെ നടക്കണ കാര്യമാണ്. അപ്പോൾ കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഇത് ഒരു വംശത്തിൻ്റെ പേരാണെന്നാണ് പറയണത്. ആന്ത്രോപോളജിയിലെ ഈ നരവംശാസ്ത്ര പഠനം എന്ന് പറയും, ആന്ത്രോപോളജി. അതിൽ
ഓരോ വംശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് ഈ ആന്ത്രോപോളജിയും പിന്നെ വേൾഡ് ഹിസ്റ്ററിയും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പഠനം ഉണ്ടായിരുന്നു, ലോകചരിത്രം. അതിൻ്റെ ആരംഭത്തിൽ പറയുന്നുണ്ട് ഓരോ വംശങ്ങളായിട്ടാണ് ഭരിച്ചിരുന്നത് ലോകത്തിൽ. ഓരോ വംശങ്ങളായിട്ട് ഭരിച്ചിരുന്നു. ആര്യവംശം, ദ്രാവിഡ വംശം എന്നൊക്കെ പറഞ്ഞ പോലെ. എന്താ പറയുക, യഹൂദ വംശം, യഹൂദികൾ എന്ന് പറയും. അങ്ങനെ ഓരോ വംശങ്ങളും. അതിൽ ഈ വാനരന്മാരെന്ന് പറഞ്ഞ വംശമാണെന്നാണ്. ഉദാഹരണം അദ്ദേഹം പറയുന്നത് നാഗന്മാരെന്ന് പറയും. ആസാം ഭാഗത്തൊക്കെ നാഗന്മാരെന്ന് പറഞ്ഞാൽ പാമ്പുകളാണ്. നാഗവംശം എന്നാ പറയാം, നാഗന്മാർ. അതേപോലെയാണ് ഇവിടെ വാനരവംശം, മൂഷിക വംശം. അതായത് രാജാക്കന്മാരുണ്ടായിരുന്നു. AD 12-ാം നൂറ്റാണ്ടിലും 13-ാം നൂറ്റാണ്ടിലും ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ പ്രബലമായ ഒരു രാജവംശമായിരുന്നു മൂഷിക വംശം. അത് വിചാരിച്ചിട്ട് ആ വംശത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ എലികളാണ്. മൂഷിക വംശം. ലങ്കയിൽ ഒരു വംശമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട വംശം സിംഹള വംശമാണ്. ഇന്ന് ലങ്കയിൽ സിംഹള മതമാണ്, സിംഹള ഭാഷയുണ്ട്. അത് വിചാരിച്ചിട്ട് അവരൊക്കെ സിംഹങ്ങളാണ്. അതേപോലെയാണ് ഇതെന്നാണ് പറയണത്. രാമായണത്തിൽ വാനരന്മാർ, അവർക്കൊരു സാമ്രാജ്യം, അവരുടെ യുദ്ധമുറ, ഇതൊക്കെ പറഞ്ഞാൽ അവരുടെ ഭാഷ, അതൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു വംശമാണത്. നാഗവംശം പറയുന്നത് പോലെ, സിംഹള വംശം എന്ന് പറയുന്നത് പോലെ, മൂഷിക വംശം എന്ന് പറയുന്നത് പോലെ ഇതൊരു വംശമാണ്. ഒരു രാജാവ് ഉണ്ടായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ പേരുകേട്ട രാജാവ്. ഒരു പക്ഷേ നമ്മളെ ചരിത്രത്തിൽ നമ്മൾ ഈ ഔറംഗസീബിനെയും ഷാജഹാനെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അധികം പഠിച്ചിട്ടില്ല. പക്ഷെ പേര് കേട്ട രാജാക്കന്മാർ മുഴുവനും മുട്ടുപടക്കിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേര് പുലികേശി എന്നായിരുന്നു. പുലികേശി ഒന്നാമനുണ്ടായിരുന്നു, പുലികേശി രണ്ടാമനുണ്ടായിരുന്നു. അത് വിചാരിച്ചിട്ട് ആ രാജാവ് പുലിയാണ്. അല്ല, പുലിയുമായിട്ട് ബന്ധമില്ല, പക്ഷെ പേര് പുലികേശി. അപ്പം ഇങ്ങനെയുള്ള അനവധി വംശം, അതേപോലൊരു വംശമാണ് ഏത് വംശം? ഈ വാനരവംശം എന്ന് വിചാരിക്കുക. അതിൽപ്പെട്ട ഒരാളാണ് ഹനുമാനും സുഗ്രീവനും. ആ വാനരവംശത്തിൻ്റെ രാജാവായിരുന്നു സുഗ്രീവൻ. പേര് തന്നെ അതാണ്. ഒരു വാനരന് യോജിക്കാത്ത പേരാ സുഗ്രീവൻ്റെ പേര്. എന്താ സുഗ്രീവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഗ്രീവം എന്ന് പറഞ്ഞാൽ എന്താ? കഴുത്ത്. സുഗ്രീവം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കഴുത്ത്. സുശീല എന്ന് പറഞ്ഞാൽ നല്ല ശീലമുള്ളവളാണല്ലോ സുശീല. ഇപ്പം സുഗ്രീവം എന്ന് പറഞ്ഞാൽ നല്ല കഴുത്ത് ഉള്ളവനാണ്. ഈ വാനരന്മാർ കുരങ്ങനാണെന്ന് വിചാരിക്കുക. ഒരു കുരങ്ങൻ്റെ കഴുത്ത് എത്ര നല്ല കഴുത്ത് എന്ന് പറഞ്ഞാലും കുരങ്ങനല്ലേ. അയ്യപ്പൻ വിളക്ക് നന്നായി എന്ന് പറഞ്ഞതുപോലെയാണ്. അയ്യപ്പൻ വിളക്ക് നന്നായി എന്ന് പറയും. എന്താണ് അയ്യപ്പൻ വിളക്ക്? എത്ര നന്നായാലും അത് അയ്യപ്പൻ വിളക്കല്ലേ. അതിനൊരു പരിമിതി ഉണ്ടല്ലോ നന്നാവാൻ. അതേപോലെ സുഗ്രീവൻ എന്ന് പറഞ്ഞ വാനരനാണ്, നല്ല കഴുത്താണ് എന്ന് പറഞ്ഞതുപോലെ. അപ്പം അതുകൊണ്ട് തന്നെ അറിയാം ഇതൊന്നും സാധാ നമ്മൾ വിചാരിക്കുന്ന കുരങ്ങന്മാരല്ല, ഒരു വംശമാണ് എന്ന് ആദ്യം മനസ്സിൽ വിചാരിക്കുക. സന്ധ്യാവന്ദനം ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഭഗവാൻ, ഇനി നമ്മൾ രാത്രിയിലാണ് ലങ്കയിലെത്തുക. അപ്പോൾ രാത്രിയിലെത്തുമ്പോൾ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാനരന്മാരുണ്ട്, അവർ രാത്രിയിലാണ് അവർക്ക് ശക്തി കൂടുക, അവർ മായാവിശാരദന്മാരാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കേട്ടപ്പോൾ വാനരന്മാർക്കൊക്കെ വളരെയധികം പേടിയായി. മുമ്പിൽ അലറി. അങ്ങനെ തിരമാലകൾ അടിച്ച് വരുന്ന സമുദ്രം കണ്ടപ്പോൾ, ശാന്തമല്ല സമുദ്രം അവിടെ, സമുദ്രം അങ്ങനെ കലങ്ങി മറിഞ്ഞ് തിരകളൊക്കെ അങ്ങനെ അടിച്ച് അല്ലേ ക്ഷോഭിച്ചു കൊണ്ടിരിക്കുന്ന സമുദ്രമാണ്. ആ സമുദ്രക്ഷോഭം കണ്ടപ്പോൾ വാനരന്മാർക്ക് ഭയം വന്നു. തന്നെയുമല്ല, അവിടെ മുതലകളുണ്ട് ആ സമുദ്രത്തിൽ, അതുപോലെ തന്നെ ഭയങ്കരമായ ജീവികളുണ്ട്. ഏതായാലും അങ്ങനെയുള്ള സമുദ്രത്തിൻ്റെ ഗർജനം തന്നെ അവരെ ഭയപ്പെടുത്തി എന്നാണ്. അവർ മനസ്സിൽ വിചാരിച്ചു അത്രേ, എങ്ങനെ ഈ സമുദ്രം ഹനുമാൻ ചാടിക്കടന്നു? ഹനുമാനെ സമ്മതിക്കണം കേട്ടോ, ഈ സമുദ്രമാണോ ഹനുമാൻ ചാടിക്കടന്നത്? അവർ പറയണത്ര, ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്ന് എങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു? ഈ സമുദ്രം കടന്നു ചെന്ന് എങ്ങനെ രാവണനെ കൊല്ലാനാ? ഒരിക്കലും സാധിക്കില്ല എന്നവർക്ക് ഉറപ്പായി. അവരെന്ത് ചെയ്തു?
ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ. രാമൻ്റെ അടുത്ത് വന്നു നിന്നു. എല്ലാവരും ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കുരങ്ങനെ കണ്ട എപ്പോഴും ചിന്തിച്ച മാതിരി അല്ലേ ഒരു കുരങ്ങൻ്റെ ഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴും താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് മരക്കൊമ്പത്തൊക്കെ. ഈ ചിന്തയാണ്. ഈ വാനരന്മാർ മുഴുവൻ അങ്ങനെ ആ ഒരു ഭാവമാണോ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ എന്തൊരു രസമായിരിക്കും അത്. വാനരന്മാരൊക്കെ ഭഗവാന്റെ അടുത്ത് ഭയന്ന് വരച്ച് താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക, ഭയന്ന് വരച്ചിട്ട്. കാരണം രാവണനെ കൊല്ലാൻ കഴിയില്ല. രാവണനെ കൊല്ലാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സമുദ്രം 100 യോജനയാണെന്ന് ഹനുമാൻ പറഞ്ഞു. 100 യോജന സമുദ്രം എങ്ങനെ കടന്നു ചെന്ന് അവിടെ എത്താൻ കഴിയും? ഈ സമുദ്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വലിപ്പം ഈ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നപ്പോഴല്ലേ മനസ്സിലായത്. ഒരു സമുദ്രത്തിന് അടുത്ത് പോയാൽ അതിൻ്റെ വലിപ്പം മനസ്സിലാവില്ല. കുറച്ച് അകന്ന് ഒരു മലയുടെ മുകളിൽ കയറി സമുദ്രത്തിലേക്ക് അങ്ങ് നോക്കണം, അപ്പോഴേ സമുദ്രത്തിൻ്റെ വലിപ്പം മനസ്സിലാവും. ഏതായാലും അവർ ദുഃഖത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടിനാൻ, ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. അപ്പോൾ നല്ല വെളുത്ത വാവ് ചന്ദ്രൻ ആകാശത്ത് നിന്ന് ഉദിച്ച് പൊങ്ങി. അപ്പോൾ അറിയാതെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മനസ്സിൽ ആ സീതയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെ ഉദിച്ചുയരാൻ തുടങ്ങിയെന്ന്. സാധാരണ ഈ പാട്ടുണ്ടല്ലോ, പഴയ കാലത്ത് പണ്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെയാണ്, അതൊക്കെ നമ്മൾ കാണുന്ന കളർ സിനിമകളൊന്നുമില്ല. ആ കാലത്ത് നമ്മളിങ്ങനെ കാണും. അപ്പോൾ പറയാം, അതിൽ കാണാം, മാലിനി നദിയിൽ കണ്ണാടി നോക്കും അല്ലേ മാനി പുള്ളിമാനി. ഈ പുള്ളിമാനെ കാണുമ്പോൾ, കണ്ണാടി നോക്കുന്ന പുള്ളിമാനെ കാണുമ്പോൾ ആരെക്കുറിച്ച് ഓർമ്മ വരുന്നു? ശകുന്തളയെക്കുറിച്ച് ഓർമ്മ വരുന്നു. ശംഖ് പുഷ്പം അല്ലേ, ആ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരപുരിഞ്ഞൊറിയുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെക്കുറിച്ച് ഓർമ്മ വരുന്നത് എപ്പോഴാണ്? ആ സന്ധ്യ, ശാരദ സന്ധ്യകൾ അല്ലെ മരപുരി ചാർത്തുമ്പോൾ നിന്നെക്കുറിച്ച് ഓർമ്മ വരും. അതേപോലെ രാമചന്ദ്രന് സീതയെക്കുറിച്ച് ഓർമ്മ വന്നു. ആ നിലാവ് കണ്ടപ്പോൾ ആ ചന്ദ്രൻ ഉദിച്ചുയരുന്നു. രാവിൽ കുളിച്ചു ഗഗനത്തിലുദിച്ചു പൊങ്ങി, മാവിൻ്റെ ശാഖകളിലൂടെ ഒളിഞ്ഞു നോക്കി. ആ ചന്ദ്രനെ കണ്ടപ്പോൾ സീത കൂടി എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മനസ്സിൽ വിചാരിച്ചു. ഉടൻ തന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ കരഞ്ഞു എന്നാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ, ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയ ക്രോധലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായി ഉള്ള ചിതാത്മനി സംഭവിക്കുന്നു. ബ്രഹ്മം, പരിപൂർണ ബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു? ഈ സുഖം ദുഃഖം ഇതൊക്കെ മനുഷ്യന് മാത്രമേ അല്ലേ ഉള്ളൂ. ഈശ്വരൻ ദുഃഖിക്കും. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമല്ലേ, പിന്നെ ഭഗവാൻ എന്ത് ദുഃഖം? സീതയെ വേണമെന്ന് ഭഗവാൻ മനസ്സിലോട്ട് വിചാരിച്ചാൽ സീത ഈ നിമിഷം കൊണ്ട് ഇവിടെ എത്തില്ലേ? മനസ്സിലോട്ട് വിചാരിച്ചാൽ പോരെ, ആ രാവണൻ സീതയെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. മനസ്സിൽ വിചാരിച്ചാൽ ആ സങ്കല്പത്തിനും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ശക്തി ലോകത്തിൽ വേറെ എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെന്തേ രാമൻ ഇവിടെ ദുഃഖിച്ചത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അവതാരം എപ്പോഴും ഞാനൊരു സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യനാണ് എന്ന് കാണിച്ചുകൊണ്ടാണ്. കൃഷ്ണാവതാരം അങ്ങനെയല്ല. വെള്ളം പൊങ്ങി ഗോകുലം മുഴുവനും വെള്ളത്തിലാണ്ടുപോയപ്പോൾ വേഗം നിങ്ങൾ വരൂ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് ഗോവർദ്ധന പർവ്വതം എടുത്താണ് ഉയർത്തി ഇടത്തെ കൈ കൊണ്ട്. അപ്പം കാണിച്ചു കൊടുത്തു, ഞാൻ നിസ്സാരക്കാരനല്ല, ഇതാ ഞാൻ ആരാ. ഓരോ നിമിഷവും ഭഗവാൻ കൃഷ്ണൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, ഞാനിതാ, ഞാൻ ഈശ്വരനാണ്, ഞാൻ ഈശ്വരനാണ്, ഞാൻ ഈശ്വരനാണ്. നേരെ മറിച്ച് ശ്രീരാമചന്ദ്രൻ അങ്ങനെയല്ല. കരയേണ്ട സമയം വന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കും.
സീതയെ നഷ്ടപ്പെട്ടപ്പോൾ ആ വനത്തിൽ എത്ര പേരോട് ചോദിച്ചു, പൂക്കളോട്, ലതകളോട്, മരങ്ങളോട്, അരുവികളോട്, പക്ഷികളോടൊക്കെ ചോദിച്ചു എൻ്റെ സീതയെ നിങ്ങൾ കണ്ടോ? കരഞ്ഞുകൊണ്ടല്ലേ നടന്നത്? ഒരു ഈശ്വരൻ അങ്ങനെ നടക്കൂ? അപ്പോൾ നമ്മുടെ മുമ്പിൽ ഭഗവാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു നാട്യം അതാണ്. മായാമയനുടെ ലീല അതു മാനവനറിയുന്നീല, ജഗമൊരു നാടകശാല അതിലാടാതാർക്കും മേല മേല. മായാമയനുടെ ലീല അതു മാനവനറിയുന്നീല. മനുഷ്യനറിയുന്നില്ല. ഇതോ നാടകശാല. ഇതിൽ നമ്മളൊക്കെ ഓരോ കഥാപാത്രങ്ങളാണ്. അച്ഛൻ, അമ്മമ്മ, അച്ചമ്മ, എഴുത്തിയമ്മ, അമ്മായി, അമ്മായിയമ്മ, അങ്ങനെ തുടങ്ങി അനവധി കഥാപാത്രങ്ങൾ. ചില കഥാപാത്രങ്ങൾ കൊഞ്ഞനം കുത്തുന്നു, മരോൾ അമ്മായിയമ്മയെ നോക്കി കൊഞ്ഞനം കുത്തുന്നു, അമ്മായിയമ്മ മരോൾക്ക് വിഷം കൊടുക്കുന്നു, മരോൾ അങ്ങോട്ട് എത്തുന്നു. അല്ലെ, എന്തൊക്കെയാണ് നമ്മൾ സീരിയലിലൊക്കെ കാണുന്നത്? അത് തന്നെയാണ് ജീവിതമെന്ന് വിചാരിച്ച് അതിലങ്ങോട്ട് ലയിച്ച്, ആ സീരിയലങ്ങോട്ട് ലയിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജീവിതം ഒരു കുമിള പോലെ പൊട്ടിപ്പോകുന്നത്, നമ്മളൊന്നുമല്ലാതായി മാറുന്നത്. അപ്പം ഇതൊക്കെ വെറും കഥാപാത്രങ്ങൾ. അത് കണ്ട് മോഹിക്കരുതേ. ഋഷിമാർ പറയുന്നത് എപ്പോഴും അതാണ്. ഇതൊക്കെ കഥാപാത്രങ്ങളാണ്. നാടകം, ആ ഒരു രംഗം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുന്ന് പോകണം. അഭിനയം കഴിഞ്ഞാൽ, അതുകൊണ്ട് അഭിനയം പൂർത്തിയാകുന്നതുവരെയൊക്കെ നമ്മൾ അഭിനയിക്കും. അത് കഴിഞ്ഞാൽ പോകണം. അതുകൊണ്ട് ഇതൊരു നാടകമാണ് ഉലകം. അവരൊക്കെ എപ്പോഴും പറയുന്നത് അതാണ്. പക്ഷെ നമ്മളത് കാര്യമാക്കുന്നില്ല. നാടകമാണ് ജീവിതം എന്ന് നടിക്കുമ്പോഴും നമ്മൾ മറ്റു നാടകം കാണുകയാണ്. നാടകത്തിൻ്റെ ഉള്ളിൽ വേറൊരു നാടകം. അത് ഏറ്റവും വലിയ ദുരന്തത്തിൽ നമ്മെ എത്തിക്കും. അതുകൊണ്ട് ഭഗവാൻ ഒരു നാടകം ഇവിടെ കാണിച്ചു തന്നു എന്ന് മാത്രം. കാരണം ദുഃഖങ്ങളും സുഖങ്ങളും ആർക്കാവുള്ളത്? സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യദുഃഖാദികൾ. സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ, സംപ്രതി നിത്യമാനന്ദമാത്രം പരം. ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ, മുഖ്യനാം രാമൻ പരാത്മാ പരം പുമാൻ. മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ. ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതുമൊക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം. അബുധന്മാരുടെ മതം, ഇത് അബുധന്മാരുടെ മതമാണ്. രാമൻ ദുഃഖിക്കുന്നു, സീത ദുഃഖിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാ? ബുധന്മാരല്ല, അബുധന്മാരാ. ഇത് അബുധന്മാരെന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവർ. ബുധൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ എന്നാണ്. നമ്മളൊക്കെ അബുധന്മാർ, അറിവ് തീരെ ഇല്ലാത്തവനാണ്. അതുകൊണ്ട് അറിവ് നേടാനാണ്. എന്താ അറിവ് നേടേണ്ടത്? സുഖം ദുഃഖം എന്നുള്ളത്, ഇന്ന് സുഖം നാളെ ദുഃഖം, നാളെ സുഖം മറ്റന്നാൾ ദുഃഖം, ഇതൊക്കെ അങ്ങനെ മാറി മാറി വരും. എപ്പോഴും ഒരു സുഖത്തിൽ ആരും ഉണ്ടാവില്ല. ഇതൊരു അറിവ്. മറ്റൊരറിവെന്താ? സുഖം വരുമ്പോൾ സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. സുഖം വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും, കൂട്ടുകാരില്ലേ? ഐശ്വര്യവും സുഖവും പ്രതാപവും പണവും ഒക്കെ ഉണ്ടാവുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഓടി വരും, എല്ലാവരും വരും. അത് കഴിഞ്ഞാലോ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്. ഹിന്ദിയിലെ ചൊല്ലുകൾക്കൊക്കെ കഹാവത്ത് എന്നാണ് പറയുക. കഹാവത്ത് ചൊല്ല്. എന്താ ഹിന്ദിയിലെ ചൊല്ല്? യദി തും ഹംസോഗേ ദുനിയാ തുമാരേ സാത്ത് ഹംസേഗി, യദി തും റോവോഗേ തും അക്കേലേ റോവോഗേ. പേടിക്കേണ്ടത് വേറെ ആളുടെ ശബ്ദമാണെന്ന് വിചാരിക്കേണ്ട, ഇതെൻ്റെ ശബ്ദമാണ്. യദി തും റോവോഗേ, നിങ്ങൾ കരയുകയാണെങ്കിൽ, തും അകേലെ റോവോഗേ, നിങ്ങൾ ഒറ്റയ്ക്ക് കരയും. യദി തും ഹംസോഗേ, നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ എന്തുവരും? ദുനിയാ തുമാരെ സാത്ത് ഹംസേഗി, ലോകം മുഴുവനും നിങ്ങളുടെ കൂടെ ചിരിക്കും. കരയുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല. ഇതാണ് ഹിന്ദിയിൽ കഹാവത്ത്. വലിയൊരു തത്വമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിടെ ഇരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ വാനരന്മാരും എല്ലാവരും ദുഃഖിതരായി. കാരണം അവർ അബുധന്മാരുടെ മതം അവരല്ല, അവരുടെ മതം വേറെ മതമാണ്.
അവരുടെ മതം അബുധന്മാരുടെ മതമാണ്, ബുധന്മാരുടെ മതമല്ല. ബുധന്മാരുടെ മതമാണ് എങ്കിൽ അവർ കരയില്ല. ബുധന്മാരുടെ മതമായതുകൊണ്ടാണ് അവരെല്ലാവരും രാമൻ ദുഃഖിതനായി എന്ന് കണ്ടപ്പോൾ അവരും ദുഃഖിച്ചു. അവർ ചിന്തിക്കണ്ടേ, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭഗവാനാണ്, ഈശ്വരനാണ്. അദ്ദേഹത്തിന് ദുഃഖം നമ്മളെ നമ്മെ പറ്റിക്കാനാണ് കരയണത്. സീതാദേവിയെക്കുറിച്ച് ഓർത്ത് കരയൊന്നല്ല. ഭഗവാൻ എന്ത് ദുഃഖം, അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവല്ലേ. ഇതാദ്യമായിട്ട് പറഞ്ഞത് ആരാ? അടവാണെന്ന് പറഞ്ഞത് ദേവകി ദേവിയാണ്. കൃഷ്ണൻ ജനിച്ചു, കൃഷ്ണാവതാര സമയത്ത് ഉടനെ കൃഷ്ണൻ ജനിച്ച ഉടനെ കൃഷ്ണൻ ഒരു അത്ഭുതം കാണിച്ചു. ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് കൃഷ്ണൻ, ഞാൻ മനുഷ്യനല്ല. ഉടൻ അവിടെ തന്നെ എണീച്ചു നിന്നു എന്നാ, കിടപ്പറയിലേ കിടക്കയിൽ നിന്ന് എണീച്ചിട്ട് 4 കയ്യിൽ ശംഖ്, ചക്രം, ഗദ, പത്മം. ആ മധുരയിലെ ജയിലിലെ ദേവകി ദേവി ഇങ്ങോട്ട് നോക്കിയപ്പം മകനാണ് ഈ കാണുന്നത്, ഈശ്വരൻ ചതുർബാഹുവായിട്ട് തൻ്റെ പുത്രൻ. വേഗം നമസ്കരിച്ചു. എന്നിട്ട് ദേവകി ദേവി എന്താ പറഞ്ഞതെന്ന് അറിയോ? അങ്ങ് ഈ രൂപത്തിൽ നിൽക്കരുത് എൻ്റെ മുമ്പിൽ, വേഗം എൻ്റെ അടുത്ത് വന്ന് കിടക്കണം. ഒരു കയ്യും കാലൊക്കെ അടിച്ച് ചെറിയൊരു കുട്ടിയായിട്ട് എൻ്റെ അടുത്ത് ഉണ്ടാവണം. എന്തിനാ? എനിക്ക് മുലയൂട്ടണ്ടേ, എനിക്ക് കൊഞ്ചണ്ടേ, ലാളിക്കണ്ടേ. ലാളിച്ചു പെറ്റലത അമ്പൊടു ശൈശവത്തിൽ, പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ, ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദള മർമ്മരങ്ങൾ. കുമാരനാശാൻ്റെ വീണപൂവ് എന്നുള്ള മനോഹരമായൊരു കവിതയുണ്ട്, ചെറുപ്പത്തിൽ എഴുതിയത് ആശാൻ. അത്രയധികം വയസ്സൊന്നുമില്ല, 18 വയസ്സിനൊന്നും ആയിട്ടില്ല തോന്നുന്നു. അപ്പോഴേക്കും എഴുതിയ അദ്ദേഹം കവിത ചെറിയ പ്രായത്തിൽ. ഒരു പൂമൊട്ടിനെ എങ്ങനെയാണ് ആ പൂമൊട്ടിനെ കാറ്റ്, പ്രകൃതി ഒക്കെ താലോലിക്കുന്നത് എന്ന് കാണിക്കുകയാണ്. ഏതമ്മമാർക്കും ഒരു കുട്ടി ജനിച്ച് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ദശകളൊക്കെ കടന്നു പോകുമ്പോഴും ആ കുട്ടി ആ അമ്മയ്ക്ക് മകനാണ്. ആ കുട്ടി അമ്മയ്ക്ക് മകനാണ്. ഒരമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ അമ്മ ഇപ്പോൾ എനിക്കൊക്കെ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛന് 97 വയസ്സ് പ്രായം. ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് 60 വയസ്സ് പ്രായം കഴിഞ്ഞു. 60 വയസ്സ് ഷഷ്ടിപൂർത്തിയൊക്കെ ആയി. ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ഞാൻ ചെറിയ കുട്ടിയെ പോലെയാണ് അച്ഛനടുത്ത് ചെന്നിരിക്കുക. അച്ഛാന്ന് വിളിക്കും. അതെ, അപ്പം അച്ഛൻ എനിക്കൊരു ബിസ്ക്കറ്റ് തരും. സത്യമാണ്. ഞാൻ ബിസ്ക്കറ്റ് വാങ്ങും, കഴിക്കും. അച്ഛൻ്റെ മുമ്പിൽ ചെറിയൊരു കുട്ടിയെ പോലെ. 97 വയസ്സ് പ്രായമായ അച്ഛൻ്റെ അടുത്ത് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ അച്ഛാന്ന് വിളിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ വൈരുദ്ധ്യം ആലോചിച്ച് നോക്കും. നമ്മൾ ചെറിയ കുട്ടിയാണ്, എത്ര വയസ്സായാലും. അച്ഛനും അമ്മയും എപ്പോഴും അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ടാണ് വളരുമ്പോൾ മക്കൾ താനേ മാതാവിൻ മഹിമ മറക്കും, തളരുമ്പോൾ താനീ വീണ്ടും തായ് വേരിൻ താങ്ങിനു കേഴും. വളരുമ്പോൾ മക്കൾ, വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കളൊക്കെ തായ് വേരിൻ്റെ ആ വളർച്ച അതൊന്നും ഓർമ്മിക്കില്ല എന്നാ. തായ് വേരുണ്ടായിരുന്നു, അമ്മ നോക്കിയിരുന്നു. വളർന്നു വലുതായി കഴിഞ്ഞാൽ അമ്മയെപ്പോലും ധിക്കരിക്കാൻ മക്കൾ തയ്യാറാവും എന്നാണ്. ഇതാണ് സുഖവും ദുഃഖവും, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. തുടർന്ന് ലങ്കയിലേക്ക് നമുക്ക് ക്യാമറ തിരിച്ചു വയ്ക്കാം. ലങ്കയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. എത്രത്തോളം ഇവിടെ എത്തി. എവിടെ? ഭാരതത്തിൽ തെക്ക് ഭാഗത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ. ഇനി നമുക്ക് ലങ്കയിലേക്ക് പോയി നോക്കാം. അവിടുത്തെ സംഭവം എന്താ? ഹനുമാൻ ലങ്ക മുഴുവനും ചുട്ടരിച്ച് കളഞ്ഞു. ഒരു മീറ്റിംഗ് വിളിച്ചു രാവണൻ. അടിയന്തരമായിട്ടുള്ളൊരു യോഗം വിളിച്ചു. രാക്ഷസന്മാരൊക്കെ വരുന്ന രാക്ഷസന്മാരൊക്കെ എങ്ങനെയാണ്? ചിലവരിങ്ങനെ വടിയും കുത്തി വരുന്നുണ്ട്, ചിലവർ മുഖമൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ച് വരുന്നുണ്ട്, ചിലവരിങ്ങനെ കിതച്ചിട്ടാണ് വരണത്, ചിലവർ വികലാംഗരാണ്. അപ്പോൾ രാവണൻ ചോദിച്ചു, എന്തേപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വരണത്? എന്താ വല്ല പിച്ചക്കാരുടെ യോഗമാണോ? കണ്ടെത്തൊന്നും വല്ല പിച്ചക്കാരുടെ യോഗം പോലെ. എന്താ നിങ്ങളിങ്ങനെ? അപ്പോൾ പറയാം, തിരുമേനി അങ്ങ് ഇതൊന്നും അറിഞ്ഞില്ലേ? ഹനുമാൻ എന്നുള്ളൊരു കുരങ്ങൻ വന്ന് ലങ്ക ചുട്ട വിവരം ഒന്നും അറിഞ്ഞില്ലേ? അറിയാതെ. അത് ആദ്യം അറിഞ്ഞത് ആരാ? രാവണനാണ്. കാരണം വാലിനങ്ങ് തീ കൊളുത്തിയ ഉടനെ ചാക്യാർ പറയുന്നുണ്ട്, ആ വാലെടുത്ത്
രാവണൻ്റെ 10 മുഖത്തും ഒരു ദീപാരാധന കഴിച്ചിട്ടാണ് പോയത് ഹനുമാൻ. അപ്പം ആദ്യം ഇതിൻ്റെ ചൂടറിഞ്ഞത് രാവണനാണ്. അപ്പം നിങ്ങൾക്കൊക്കെ എന്തേ സംഭവിച്ചത് ചോദിക്കുക. അപ്പോൾ പറയാം, അതുണ്ടായി ആ കുരങ്ങൻ്റെ പരാക്രമം ഞങ്ങൾക്കൊക്കെ കിട്ടി. അടിയും കിട്ടി, മാന്തൽ. അടി മാത്രമൊന്നുമല്ല, അടി കിട്ടിയ പിന്നെയും കുഴപ്പമില്ല. ചില ആൾക്കാരൊക്കെ മാന്തി പൊളിച്ചിട്ടുണ്ട് പുറത്ത്. ചില ആൾക്കാരുണ്ടല്ലോ കുറിയൊക്കെ തൊടുമ്പോൾ അങ്ങനെ ഗുരുസ്വാമിമാരൊക്കെ പണ്ട് കുറി തൊടും. അപ്പോൾ തമാശ രൂപത്തിൽ പറയും, എന്താ സ്വാമി പുലി മാന്തിയോ, മേലിലൊക്കെ പുലി മാന്തിയോ, പരിഹസിക്കുകയാണ്. പുലി മാന്തി, കാരണം ഇവിടെ മാന്തിയമാര്, നഖങ്ങളിങ്ങനെ മാന്തിയമാര്, അടയാളം, ഇതൊക്കെ കുറിയാണ്. വന്ന രാക്ഷസന്മാരുടെ മേലിലൊക്കെ ഈ കുരങ്ങൻ മാന്തിയ മുറിയാണ്. ആരാ? ഹനുമാൻ. അപ്പോൾ രാവണൻ പറഞ്ഞു, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരും വരൂ, കൃത്യസമയത്തിന് എല്ലാവരും വരണ്ടേ. എല്ലാവരും വന്നു. 11 മണിയായി, ഇനി നമുക്ക് മീറ്റിംഗ് ഒക്കെ തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മീറ്റിംഗ് തുടങ്ങി. 11 മണി അടിച്ചല്ലോ. അപ്പോൾ കറക്റ്റ് എല്ലാവരും വന്നു, മീറ്റിംഗ് ഒക്കെ തുടങ്ങി. അപ്പോൾ മന്ത്രിമാരോടൊക്കെ ചോദിച്ചു. പ്രശസ്തൻ ഒരു മന്ത്രിയാണ്. അവരോട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് നമ്മളിത് എങ്ങനെ നേരിടും? വന്നതൊക്കെ വന്നു, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ലങ്കാഗോപുരം ഞാനൊക്കെ ഉണ്ടാക്കി, വൈശ്രവണൻ്റെ മുതലൊക്കെ കൊണ്ടുവന്നൊക്കെ ഉണ്ടാക്കി, ദേവലോകത്തു നിന്ന് ഒരു ഉദ്യാനം തന്നെ ഇവിടെ നട്ടുപിടിപ്പിച്ചു, അതൊക്കെ പോയി. നിങ്ങളെക്കാട്ടിലും ദുഃഖം എനിക്കുണ്ട്. എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടു. അതിന് വലിയ ദുഃഖമുണ്ടോ? എൻ്റെ ഇളയ മകനെയാണ് നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെടാന്ന് വെച്ചാൽ ശവം പോലും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. പിന്നെ ശവം എവിടെയെന്ന് കാണിച്ച്, എവിടെ എൻ്റെ മകൻ്റെ ശവം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് അത് ആ കുരങ്ങൻ്റെ നെറ്റിയുടെ മുകളിലുണ്ട്. ആ കുരങ്ങൻ്റെ നെറ്റിയുടെ മുകളിലുണ്ട് ശവം. അതിപ്പോൾ എങ്ങനെ നെറ്റിയുടെ മുകളിൽ ശവം? അക്ഷകുമാരൻ അങ്ങോട്ട് അരച്ചു. ഇങ്ങോട്ട് അരച്ചപ്പോൾ കടുമാങ്ങ അച്ചാറിൻ്റെ മാതിരിയായി. വേഗം അതുകൊണ്ട് എടുത്തിട്ട് ഒരൊറ്റ തൊടല നെറ്റിയുടെ മുകളിൽ തൊട്ടത് മാത്രമല്ല, ഒരലർച്ച. ഈ അലർച്ചനെ കേട്ട ഉടനെ രാക്ഷസന്മാർക്ക് അവിടുന്ന് ഓടിപ്പോയി, ഭയന്ന് പറിച്ചു എന്നാണ്. ഇതിൽ പരം ദുഃഖം എനിക്ക് അനുഭവിക്കാനില്ലല്ലോ, ഞാൻ അനുഭവിച്ച ദുഃഖം. അതുകൊണ്ട് ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഞാനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രാക്ഷസന്മാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഇതിൽ പരം കുഴപ്പം എന്താ പറ്റുള്ളത്? കുഴപ്പമൊക്കെ ഇപ്പോൾ പറ്റിക്കഴിഞ്ഞു, ഇനി നിങ്ങൾ പറഞ്ഞോളൂ. ഇനി കുഴപ്പമാണെങ്കിലും കേൾക്കാതിരിക്കാൻ വയ്യല്ലോ, പറഞ്ഞോളൂ. എന്നാൽ ഞങ്ങൾ പറയാം, അങ്ങ് ചെയ്തത് ശരിയായില്ല. അതായത് ആ രാമചന്ദ്രൻ ഭഗവാൻ ഈശ്വരനാണെന്ന് പൂർണ്ണബോധ്യായി. ഹനുമാൻ ഇവിടെ വന്ന് കാട്ടിപ്പരാക്രമമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനത്തെ കോടിക്കണക്കിന് ഹനുമാന്മാരുണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ സൈന്യത്തിൽ. അവരൊക്കെ നാളെ പങ്ക് വരാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വാക്ക് കേൾക്കാച്ചാൽ അങ്ങ് ആ സീതാദേവിയെ വേഗം കൊണ്ടുപോയിട്ട് ആ രാമൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കാലൊക്കെ തൊട്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ക്ഷമാപണം ചെയ്യാം. ഇതിങ്ങോട്ട് പറഞ്ഞു എന്നാണ്. വേഗം ഇങ്ങോട്ട് ഇത് പറഞ്ഞ സമയത്ത് കണ്ണുകളെ കണ്ട് ഉരുട്ടി രാവണന്. ഇതാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്? ശരി, ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. ഇതിന് ഉത്തരം എൻ്റെ മന്ത്രിമാർ പറയും, ഞാൻ പറയില്ല. എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ പ്രഗത്ഭരായ മന്ത്രിമാരുണ്ടല്ലോ, അവർ പറയട്ടെ. മന്ത്ര വിശാരദന്മാർ നിങ്ങൾ എന്നോട് മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീല ഒരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നോട് കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലേ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഇതാണ് പറഞ്ഞത് രാവണൻ. മന്ത്രിമാർ പറയട്ടെ. കാരണം ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അതാരാ? മന്ത്രിമാരാണ്. രാജാവ് മന്ത്രിമാരിലൂടെയാണ് കാര്യങ്ങളൊക്കെ കാണുന്നത്. എന്നാൽ ഇന്ന് വൈരുദ്ധ്യം നമുക്ക് നോക്കാം. മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രം അറിയുന്നവനാണല്ലോ മന്ത്രി, തന്ത്രം അറിയുന്നവനാണ് തന്ത്രി. അങ്ങനെയാണ് പണ്ടൊക്കെ പറയുക. മന്ത്രം അറിയുന്നവൻ മന്ത്രി, തന്ത്രം പഠിച്ചവൻ തന്ത്രി. എന്നാൽ ഇന്ന് നേരെ മറിച്ചാണ്. തന്ത്രം പഠിച്ചവനാണ് മന്ത്രി, മന്ത്രം പഠിച്ചവനാണ് തന്ത്രി. മന്ത്രം പഠിച്ചവനെ നമ്മൾ തന്ത്രി എന്നും വിളിക്കും, തന്ത്രം പഠിച്ചവനെ നമ്മൾ എന്ത് വിളിക്കും? മന്ത്രി എന്നും വിളിക്കും. ഇപ്പോൾ പണ്ടങ്ങനെ ആയിരുന്നില്ല.
ഏതായാലും ഈ മന്ത്രിമാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് വേണ്ടത്. അപ്പോൾ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുത തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ന് ഈ ദൃശ്യം. അതുകൊണ്ട് മന്ത്രിമാർ പറയട്ടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അപ്പം മന്ത്രിമാർ പറഞ്ഞു, കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ, കാലദണ്ഡത്താലൊരു ഭയമുണ്ടാവൂ. അല്ലയോ രാവണ മഹാരാജാവേ, അങ്ങയ്ക്ക് ഇല്ലാത്തതായിട്ട് ലോകത്തിൽ എന്താണുള്ളത്? അങ്ങയ്ക്കെല്ലാം ഉണ്ടല്ലോ. അങ്ങ് പണ്ട് ഇന്ദ്രനെ ജയിച്ചു. ഇന്ദ്രനെ ജയിച്ചു എന്ന് മാത്രമല്ല, അങ്ങ് പിന്നെ വിത്തേശനെ ജയിച്ചു, വൈശ്രവണനെ ജയിച്ചു, കുബേരനെ ജയിച്ചു. ജയിച്ചിട്ട് കുബേരൻ്റെ കയ്യിൽ ഒരു വിമാനമുണ്ട്, പുഷ്പക വിമാനം. ആ വിമാനത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് വിമാനം അങ്ങനെ പോകും എന്നാണ് സങ്കല്പം. ആ വിമാനം രാവണന് കിട്ടി. അതേപോലെ തന്നെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഓർത്തു കണ്ടോളവും. ഇതിനൊക്കെ പുറമെയാണ് അങ്ങ് കാലനെ ജയിച്ചു എന്നാണ്. അങ്ങേക്ക് മുമ്പ് കാലനെ ജയിച്ച ഒരാൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അതാരാ? കാലകാലനായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ചീറും പാമ്പു കഴുത്തിലും ചെറുപുലിത്തോൽ നല്ല അരക്കെട്ടിലും നീറും തീപ്പൊരി കണ്ണിലും നിറമെഴും ചന്ദ്രൻ ശിരസിങ്കലും. ഇങ്ങനെയൊക്കെയുള്ള ആ ശിവനാണ് കാലനെ മുമ്പ് ജയിച്ചത്. ഇപ്പം ആ ശിവൻ്റെ ഭക്തനായിരിക്കുന്ന രാവണൻ രണ്ടാമത് കാലനെ ജയിച്ചു. കാലനെ ജയിച്ചു എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ കാലദണ്ഡത്തിന് ഒരു ഭയവും അങ്ങേക്കില്ല. കാലദണ്ഡം അങ്ങയുടെ അടുത്തേക്ക് വരില്ല. മന്ത്രിമാർ പറയണം. പിന്നെ അങ്ങ് ജയിച്ചത് ആരെയാണ്? ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. വരുണദേവനുമായിട്ട് യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വരുണനെ വിളിച്ചു സമുദ്രത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട്. അപ്പോൾ വരുണൻ വന്നു. വരുണൻ യുദ്ധത്തിന് വന്ന സമയത്ത് രാവണൻ്റെ 10 തലയുള്ള രാവണൻ ഒരു ഹുങ്കാരം ചെയ്തു എന്നാണ്. ഹും എന്നിട്ട് അലറി വരുണൻ്റെ മുഖത്ത് നോക്കിയിട്ട്. വരുണൻ അതോടുകൂടി ഭയന്ന് വറച്ച് വരുണൻ അവിടെ നിന്ന് പോയി. പിന്നെ വരുണൻ രാവണൻ്റെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല, പേടിച്ചോടി. പിന്നെ മറ്റുള്ള ദേവന്മാരുടെ കാര്യം പറയണോ? അഗ്നിദേവൻ, വായുദേവൻ, ദേവേന്ദ്രൻ, ഇവരുടെ കാര്യം, അശ്വിനി ദേവന്മാർ, ഇവരുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറയാണ്, വളരെ രസകരമായ ഒരാളെ ജയിച്ചു. അതാരെ ജയിച്ചത്? പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. മയൻ എന്നുപേരായ ഒരു അസുരനുണ്ട്. മായാവിയാണ്, ശില്പിയാണ്. മയൻ ശില്പിയാണ്, മായാവിയാണ്. അങ്ങനെയുള്ള അസുരനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു രാവണൻ. ഭയന്ന് പറിച്ചു മയൻ. രാവണനോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പരാജയപ്പെട്ടപ്പോൾ മയൻ പറഞ്ഞു രാവണനോട്, രാവണ, നിന്നെ ഞാൻ സമ്മതിച്ചു. നീ എനിക്ക് പറ്റിയ മരുവനാണ്. അങ്ങനെയാണ് ആദ്യമായിട്ടാണ് മകളുടെ ഭർത്താവിന് യുദ്ധത്തിൽ, അല്ലേ, പിന്നെ യുദ്ധത്തിൽ ജയിച്ചു. മകളുടെ ഭർത്താവാണ് യുദ്ധത്തിൽ ജയിച്ചത്. മകളുടെ ഭർത്താവ് യുദ്ധത്തിൽ ജയിച്ചപ്പോൾ എന്ത് ചെയ്തു? അയാളോട് പറഞ്ഞു, എൻ്റെ മകളെ ഞാൻ തരാം. അന്ന് മുതൽക്ക് മകളെ കല്യാണം കഴിച്ചു, മരുവനായി. യുദ്ധത്തിൽ ജയിച്ചപ്പോൾ മരുവനായി. അപ്പോൾ മരുവനാവാനുള്ള യോഗ്യത എന്താ ചോദിച്ചാൽ മകളുടെ അച്ഛനെ തോൽപ്പിച്ചു എന്നുള്ളതാണ് യോഗ്യത. മകളുടെ അച്ഛനെ തോൽപ്പിച്ചു, അതുകൊണ്ട് മകളെ വിവാഹം കഴിച്ചു. എന്തൊരു വൈരുദ്ധ്യം എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് മണ്ഡോദരിയെ രാവണന് കിട്ടിയത്. മയൻ്റെ മകളാണ് മണ്ഡോദരി.
അവസാനം ഒരാളെപ്പോലും തോൽപ്പിച്ചു. അത് പറയാൻ വയ്യ. എങ്ങനെ അത് പറയാമെന്ന് അറിയണില്ല. രോമാഞ്ചം കൊള്ളുകയാണ് അത് പറയുമ്പോൾ. ആരെ തോൽപ്പിച്ചതെന്നറിയോ? ആരെയാണ് തോൽപ്പിച്ചത്? മാടമ്പിയാർ കാവിലപ്പനെ. മാടമ്പിയാർ കാവിലപ്പനെ തോൽപ്പിച്ചു. തൃപ്രങ്ങോട്ടപ്പനെ തോൽപ്പിച്ചു രാവണൻ. പറയാൻ വയ്യത്. കൈലാസശൈലമിളക്കിയെടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. എങ്ങനെയാണ് മാടമ്പിയാർ കാവിലപ്പനെ തോൽപ്പിച്ചത്? അതൊരു തോൽപ്പിക്കലായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഒരു ദിവസം രാവണൻ അങ്ങനെ വരുമ്പോൾ കൈലാസ പർവ്വതം കണ്ടു. കൈലാസ പർവ്വതം വെളുത്തുകൊണ്ടാണ്. ഇത് കണ്ടപ്പോൾ രാവണൻ എന്നൊരാഗ്രഹം. രാവണൻ്റെ കൂടെ കുറേ സഖിമാരും മണ്ടോദരിയും കൂട്ടാളികളും ഒക്കെ ഉണ്ട്. അവരുടെ മുമ്പിൽ ഒരു കേമനാവാൻ ഇടയ്ക്കൊക്കെ ഈ രാവണൻ അങ്ങനെ ഒരു ഇതുണ്ട്. ഒപ്പമുള്ള ആൾക്കാർ സഖിമാർ ഒരു പടയായിട്ടാണ് പോവുക, ടൂറിന് വിനോദസഞ്ചാരത്തിന് പോവുക. അങ്ങനെ പോകുമ്പോഴാണ് രാവണൻ ഒരു അബദ്ധം കാണിക്കും. ഈ ആൾക്കാരുടെ ഇടയിൽ കേമനാവാൻ അങ്ങനെയല്ലേ. ക്ലാസ്സിലൊക്കെ പണ്ട് അധ്യാപകരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അറിയാം, ചില കുട്ടികൾ പഠിക്കില്ല, മോശക്കാരാവും, പക്ഷേ ശ്രദ്ധ കിട്ടും വേണം. ചില കുട്ടികളൊക്കെ പഠിച്ച് ശ്രദ്ധ നേടും. മുഴുവൻ A+ ഒക്കെ കിട്ടിയാൽ ആ കുട്ടിയെ എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ ഒന്നിലും A+ കിട്ടാതെ D+, DDയും താഴെ പോയ കുട്ടികളുണ്ടാവും. അവരാരും ശ്രദ്ധിക്കില്ല. അപ്പം അത്തരക്കാരൻ ശ്രദ്ധ കിട്ടാൻ അവരെന്ത് ചെയ്യും? വേണ്ട ശ്രമങ്ങളൊക്കെ നടത്തും. അവർ മിമിക്രി കാണിക്കും, ഗോഷ്ഠിത്തരം കാണിക്കും, ചിലപ്പോൾ തല്ലുകൂടും, വികൃതി കാണിക്കും, ചിലപ്പോൾ കൂക്കി വിളിക്കും, ബഹളം വയ്ക്കും. അപ്പം ആരാ ബഹളം വയ്ക്കണത്? ആരാടെ കൂക്കി വിളിക്കുന്നത്? അപ്പോൾ ഒരാൾ പറയും ഇത് എക്സ് ആണ്. എക്സ്. ഓ എന്താ എക്സ്? അപ്പോൾ എക്സ് പ്രശസ്തനായി. എക്സ് എങ്ങനെ പ്രശസ്തനായി? കൂക്കി വിളിച്ചു, ക്ലാസ്സിൽ കച്ചറ കാണിച്ചു, അതുകൊണ്ട് എക്സ് പ്രശസ്തനായി. പഠിച്ച് പ്രശസ്തനാവാൻ അവന് കഴിയില്ല, അപ്പം പഠിക്കാതെ പ്രശസ്തനായി. അതേപോലെയാണ് ഈ രാവണൻ. ആ തരത്തിലാണ്. ഒരു ദിവസം രാവണൻ ഇതേപോലെ എല്ലാവരെയും കൂട്ടി സമുദ്രത്തിൽ ചെന്ന്, സമുദ്രത്തിൻ്റെ കരയിൽ ചെന്ന് അങ്ങനെ ഓരോ കളികളൊക്കെ കളിക്കുന്ന സമയത്ത് ഒപ്പമുള്ള സഖിമാരോടും ഭൃത്യന്മാരോടും ഒക്കെ പറഞ്ഞു അത്രേ, ഞാനൊരു യോഗ നിങ്ങൾക്ക് കാണിച്ചു തരാം. യോഗാഭ്യാസം പഠിച്ച ആളാണ് രാവണൻ. എന്നെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. രാവണൻ വേഗം ആ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് ചെന്നു. ഏകദേശം സന്ധ്യാസമയമായിക്കണം. സമുദ്രത്തിൻ്റെ അടിയിലേക്കാണ് പോയിട്ട് പിന്നെ പുറത്തേക്ക് കാണാനില്ല രാവണനെ. അത്ര വലിയ യോഗയാണ്. ശ്വാസം അടക്കി പിടിച്ചിട്ടുള്ള കുംഭകം എന്ന് പറയും. രാവണൻ കുംഭകത്തിലാണ്. എല്ലാവരും പ്രശസ്തമായി. അയ്യോ രാവണൻ എന്താണ്, സ്ത്രീകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമായി രാവണേട്ടൻ ഇങ്ങനെയുള്ള കുംഭകമൊക്കെ ചെയ്യാൻ ആദ്യമായിട്ടാണ് അവരെല്ലാവരും കാണുന്നത്. ആ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ രാവണൻ എന്താ കണ്ടത്? എന്തോ ഒരു കേബിൾ ഇങ്ങനെ കിടക്കണ പോലെ എന്തോന്ന് കണ്ടു സമുദ്രത്തിൻ്റെ അടിയിൽ. നമ്മൾ കേബിൾ എന്ന് പറയില്ല ഇപ്പോൾ ഇന്ന് ഈ ടെലിഫോണിൻ്റെ ഒക്കെ കേബിൾ പോകണില്ല, അതേപോലെ എന്തോ ഒരു ലൈൻ പോണതുപോലെ തോന്നി രാവണന്. വേഗം എന്താണെന്നറിയാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കയറി പിടിച്ചു. അതിൻ്റെ മുകളിൽ കയറി പിടിച്ചപ്പോൾ അത് പെരുമ്പാവിൻ്റെ മാതിരി ഒന്നിങ്ങനെ ചുറ്റി രാവണനെ. അപ്പോൾ രാവണനെ ചുറ്റിലൊക്കെ എടുക്കാൻ വേണ്ടി അവക്കൂടി ഇതുകൂടിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അത് രാവണനെ ചണ്ടി പോലെ അങ്ങോട്ട് ചുറ്റി വരിഞ്ഞു. പിന്നെ രാവണന് അതൊന്നും മോചനമില്ല. രാവണൻ വിചാരിച്ചു ഇതെന്തല്ല നീരാളിയോ എന്തെങ്കിലും ആണോ നോക്കുമ്പോൾ എന്താ സന്ധ്യാവന്ദനത്തിന് ബാലി വന്നതാണ്. ബാലി സന്ധ്യാവന്ദനത്തിന് നോക്കുമ്പോൾ ബാലിയുടെ വാലാണത്. അത് വെള്ളത്തിനടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് സമുദ്രത്തിൽ നീണ്ടിട്ട്. അതിൻ്റെ മുകളിലാണ് രാവണൻ കയറി പിടിച്ചത്. എന്നാൽ ബാലി ഇതറിഞ്ഞോ? അറിഞ്ഞതുമില്ല. ഈ വാലിൻ്റെ മുകളിലാണ് ചുറ്റി രാവണൻ്റെ തലയും ഉടലും ഒക്കെ പാടെ കൈകളൊക്കെ. ബാലിക്കൊരു പ്രത്യേകത ഉണ്ട്. 4 സമുദ്രത്തിലും ചാടിയിട്ടാണ് സന്ധ്യാവന്ദനം ചെയ്യുക. ഒരു സമുദ്രത്തിൽ നിന്ന് അങ്ങോട്ട് ചാടും, അടുത്ത സമുദ്രത്തിൽ. അടുത്ത തർപ്പണം അവിടെയാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത തർപ്പണം മറ്റൊരു നദിയിലാണ്. ഇങ്ങനെ 4 സമുദ്രത്തിലും അങ്ങോട്ട് ചാടി കരയിൽ കാത്തു നിൽക്കുക. ഭൃത്യന്മാരും സഖിമാരും കൂട്ടാളികളും എല്ലാവരും ഉണ്ട്. രാവണേട്ടൻ പോയിട്ട് കാണാനില്ല. എപ്പോഴാണ് വരികയെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പൊന്തി വലിയൊരു കുരങ്ങൻ. അവിടെ പൊന്തിയപ്പോൾ പറഞ്ഞു അതാ രാവണൻ. രാവണൻ അത് വലിയൊരു വാനരനാണ്. അയ്യോ എല്ലാവരും നോക്കുമ്പോൾ രാവണൻ ആ വാനരൻ്റെ വാലിൻ്റെ തലപ്പത്തുണ്ട് പന്ത് പോലെ ചുരുണ്ടിങ്ങനെ കിടക്കണം. അതാ പോണം നമ്മുടെ യജമാനൻ. ഇവർ ഉറക്കെ വിളിച്ചു യജമാനെ. യജമാനും വെള്ളം കുളി. യജമാൻ ടാറ്റയൊക്കെ പറഞ്ഞു. കാരണം ശ്വാസം മുട്ടിയിട്ടേ കഴുത്തുകൂടിയൊക്കെ ബാലിയുടെ വാല. വാലിൻ്റെ മുകളിൽ മാന്തുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ബാലി ഇതൊന്നും അറിയുന്നില്ല.
ബാലി നാമം ജപിച്ചുകൊണ്ടേ ചാടുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞ് അടുത്ത സമുദ്രത്തിൽ പോയിട്ട് അങ്ങോട്ട് ചാടി. ബാലി അവിടെ വന്നു, സന്ധ്യാവന്ദനം ചെയ്തു. ആ ഉപ്പുവെള്ളം മുഴുവനെ കുടിച്ചു. 10 തലയുള്ള രാവണൻ അടുത്ത സമുദ്രത്തിൽ ചെന്ന് ചാടി, ബ്ലും, അവിടുത്തെ വെള്ളം മുഴുവൻ കുടിച്ചു. വയറ് നിറഞ്ഞു. അപ്പോഴും രാവണൻ ചുരുക്കി പറഞ്ഞ മരിക്കാറായി. ബാലി സന്ധ്യാവന്ദനം കഴിഞ്ഞ് പോവുക. കരയിലൂടെ പോയി കരയ്ക്ക് കയറി പോകുമ്പോൾ ബാലിൻ്റെ മുകളിൽ എന്തോ ഒരു ഉറുമ്പ് കടിച്ചതുപോലെ ബാലിക്ക്. എന്തതെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാരപ്പത്? ലങ്കേശനായിരിക്കുന്ന രാവണനോ? എന്താ രാവണ മഹാരാജാവ് എൻ്റെ വാലിൻ്റെ ഇവിടെ എപ്പോഴാ വന്ന് പറയാൻ വയ്ക്കുമോ? രാവണൻ പറഞ്ഞു, ഇപ്പോൾ വായിൽ മുഴുവൻ ഉപ്പുവെള്ളം, ഞാൻ കുറേ നേരമായി വന്നിട്ട്, തെറ്റ് പറ്റിപ്പോയി. ഇത് ബാലിവധത്തിൻ്റെ സമയത്ത് പറയുന്നുണ്ട്. ബാലി ശത്രു രാവണനാണ് എങ്കിൽ ആ വിവരം എന്നോടൊന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ ലങ്ക പുഴക്കി ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ എന്ന് ബാലി ചോദിക്കുന്നുണ്ട്. അവനെനിക്കറിയാം രാവണനെ. ബാലിയാണ് വരാൻ പറഞ്ഞതെന്നാണ് രാവണൻ ഇവിടെ ഓടിപട വരും. അങ്ങ് എന്തിനാണ് എന്നെ വധിച്ചത്? അങ്ങക്ക് അറിയില്ലേ രാവണനാണ് ശത്രു എന്ന് പറഞ്ഞാൽ രാവണനെ ഞാൻ ഇവിടെ കൊണ്ടുവരും എന്ന് ബാലി പറയുന്ന രംഗമുണ്ട്. ഏതായാലും ഇവിടെ ഇതൊക്കെ മന്ത്രിമാർ പറഞ്ഞു കൊടുത്തു. അവസാനം കൈലാസപർവ്വതം എടുത്ത് അമ്മാനെ മടണമെന്ന് രാവണനൊരാഗ്രഹം. കൈലാസപർവ്വതം എടുത്തങ്ങോട്ട് പൊന്തിച്ചത് മാത്രമല്ല, മറ്റുള്ളവർ കാണില്ല, എല്ലാവരും കാണുന്ന സമയത്ത് അവിടെ നിന്ന് അതനൃത്യഗനൃത്യമനൃത്യദസൗഭണപംക്തിഷു സന്മണി സന്തതിഷു കരപങ്കജ സങ്കുല മഞ്ജുരണൻ മണികങ്കണ സംഗത താളലയം എന്ന് നമ്മൾ കേട്ടില്ലേ? അതേപോലെ പർവ്വതമെടുത്ത് ഇങ്ങനെ ആടിക്കളിക്കാൻ തുടങ്ങി. അപ്പോൾ ശിവൻ ഒന്നിങ്ങനെ ഇളകി അവിടുന്ന്. എന്തപ്പത്? മഹാദേവൻ അറിയില്ലേ അവരുടെ ഇളക്കം ഒരു കൈലാസത്തിന്. വേഗം താഴേക്ക് നോക്കിയപ്പോൾ മൂപ്പര് നല്ല ഡാൻസാണ്. ആര്? രാവണൻ. വേഗം ഭഗവാൻ എന്ത് ചെയ്തു? ആ കാലിൻ്റെ പെരുവിരൽ ഒന്നും കൂടെ അമർത്തി. അധികമൊന്നും ചെയ്തില്ല. ആ കാലിൻ്റെ പെരുവിരൽ ഒന്നും കൂടെ അമർത്തിയ വഴിക്ക് കൈലാസപർവ്വതം, ഒരു 10 ലക്ഷം കൈലാസപർവ്വതം തൻ്റെ തോളത്തിരിക്കണ പോലെ തോന്നി രാവണന്. ധരിക്കാൻ വയ്യാതെ ചുവന്നുകൊണ്ട് അതിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞ് മരിക്കുന്ന ഉറപ്പായി രാവണൻ. വേഗം പർവ്വതം അവിടെ വെച്ചു. ഒന്നിങ്ങനെ നോക്കുമ്പോൾ ആരെയെ കണ്ടത്? സാക്ഷാൽ പരമശിവൻ ആ കൈലാസത്തിൻ്റെ മുകളിൽ നിന്ന് രാവണനെ ഇങ്ങനെ നോക്കണം. മൂലേ കൽപദ്രുമസ്യ ദ്രുത കനകനിഭം ചാരുപത്മാസനസ്ഥം വാമാം കാരൂഢഗൗരീ നിബിഡകുജഭരാഭൂഗ ഗാഢോപഗൂഢം നാനാലങ്കാരദീപ്തം. അല്ലേ? ആ പാർവതീദേവിയോടും അതുപോലെ തന്നെ ഗണപതിയോടും സുബ്രഹ്മണ്യനോടും ഒപ്പം കുടുംബസമേതനായിട്ട് അവിടെ കഴിയുന്ന ആ മഹാദേവനെ ഇങ്ങനെ കണ്ടു. വേഗം രാവണൻ അങ്ങോട്ട് നമസ്കരിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു രാവണനോട്, രാവണ, നിൻ്റെ ഭക്തിയൊക്കെ കൊള്ളാം, എനിക്ക് നിന്നോട് സന്തോഷമുണ്ട്. പക്ഷെ നിനക്ക് അഹംഭാവമുണ്ട്. അതുകൊണ്ടാണല്ലോ എൻ്റെ ഇരിപ്പിടമൊന്ന് പൊന്തിച്ച് നിനക്കൊന്ന് നൃത്തം കളിക്കാമെന്ന് തോന്നിയത്. ആ അഹങ്കാരം നല്ലതല്ല. ഏതായാലും നിൻ്റെ ഭക്തി ഞാൻ സമ്മതിച്ചു. മഹാദേവനുള്ള ഈ ഭക്തി ഭയങ്കര ഉപാസകനാണ് രാവണൻ. ശ്രദ്ധിക്കണം, രാമായണത്തിൽ രാവണൻ എന്ന് പറഞ്ഞാൽ നല്ല ഉപാസകനാണ്, നല്ല താന്ത്രികനാണ്, ഉപാസകനാണ്, മാന്ത്രികനാണ്. ഈ രാവണനോട് ഏറ്റുമുട്ടാൻ അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഓരോ വനയാത്ര നടത്തി ഓരോ ആശ്രമങ്ങളിൽ ചെന്ന് മഹർഷിമാരെ കണ്ട്, ഭരദ്വാജ മഹർഷി, അതേപോലെ തന്നെ വാത്മീകി മഹർഷി, അഗസ്ത്യ മഹർഷി, പിന്നെ അതേപോലെ തന്നെ അത്രി മഹർഷി. ഈ ഭരദ്വാജൻ, അത്രി മഹർഷി ഇവരൊക്കെ കണ്ടിട്ട് രാവണൻ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ പിന്നെ തപസ്സിദ്ധിയുടെ ഒരംശം വാങ്ങുന്നുണ്ട്, കടം വാങ്ങുന്നുണ്ട്. ആ മഹർഷിമാർ അവരുടെ തപസ്സിദ്ധിയുടെ ഒരംശം രാമന് കൊടുക്കുന്നുണ്ട്. ആ തപസ്സിദ്ധി ആയിട്ടാണ് രാമൻ എവിടേക്ക് വരുന്നത്? ലങ്കയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് രാവണനെ കൊല്ലാൻ കഴിഞ്ഞത്. കാരണം അത്രയും സിദ്ധി രാമന് വേണം. അത്ര സിദ്ധി നേടിയ ആളാണ് രാവണൻ. തപസ് ചെയ്തിട്ട് ആ രാവണനെ എങ്ങനെ കൊല്ലാൻ കഴിയില്ല. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്ന്. എന്നിട്ട് മഹാദേവൻ പറഞ്ഞു, അത്ര നീ ഭക്തനാണ്, ഞാൻ സമ്മതിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നിൽ സന്തോഷമുണ്ട്, എനിക്ക് നിന്നോട് സന്തോഷമുണ്ട്. അതുകൊണ്ട് നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാം.
ഒരു സമ്മാനം തരാം. അപ്പോൾ രാവണൻ വിചാരിച്ചു, എന്താവും സമ്മാനം? വല്ല സ്വർണ്ണ നാണയങ്ങളോ സ്വർണത്തിൻ്റെ എന്തെങ്കിലും ആവും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ മഹാദേവൻ എന്ത് ചെയ്തു? തൻ്റെ കൈ ഇങ്ങോട്ട് പൊന്തിച്ചു. മഹാദേവൻ്റെ കയ്യിൽ ചന്ദ്രഹാസം എന്ന വാളുണ്ട്. മഹാദേവൻ്റെ കയ്യിലുള്ള വാളാണ് ചന്ദ്രഹാസം. ഈ ചന്ദ്രഹാസം എന്ന വാള് തന്നെ കൊടുത്തു എന്നാണ്. ആർക്ക്? രാവണന്. അങ്ങനെയാണ് രാവണന് ചന്ദ്രഹാസം കിട്ടിയത്. ശിവൻ കൊടുത്തതാണ്. ശിവൻ്റെ കയ്യിലുള്ള ആയുധമാണ്. ഈ ഭക്തന്മാർക്കൊക്കെ അവരങ്ങനെയാണ്. ദേവന്മാരൊക്കെ ഭക്തന്മാർക്ക് തൻ്റെ കയ്യിലുള്ള വിഭൂതികൾ കൊടുക്കും, ചോദിക്കാതെ കൊടുക്കും. ഭാഗവതത്തിൽ അംബരീഷ മഹാരാജാവിൻ്റെ ഏകാദശി വ്രതം കണ്ടിട്ട്, ആ വിഷ്ണുഭക്തി കണ്ടിട്ട് ഭഗവാൻ നാരായണൻ അംബരീഷ മഹാരാജാവിന് തൻ്റെ വിഭൂതിയാണ് കൊടുത്തത്, സുദർശനം. ഇത് അംബരീഷ മഹാരാജാവ് അറിഞ്ഞിട്ടില്ല തനിക്ക് നാരായണൻ സുദർശന ചക്രം തന്നത്. അതേപോലെയാണ് മഹാദേവൻ ചന്ദ്രഹാസം കൊടുത്തു രാവണൻ. ഇങ്ങനെയൊക്കെയുള്ള അങ്ങ് എന്തിനാ ദുഃഖിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മന്ത്രിമാർ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാണ് മന്ത്രിമാരുടെ ഒരു പ്രത്യേകത. രാജാക്കന്മാരെ ഒരിക്കലും വിഷമിപ്പിക്കാനോ അവരെ നിരുത്സാഹപ്പെടുത്താനോ മന്ത്രിമാരെ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അങ്ങനെയുള്ള മന്ത്രിമാർ അനവധി മന്ത്രിമാരുണ്ടായിരുന്നു. ഗുപ്തന്മാർ ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഗുപ്ത സാമ്രാജ്യം എന്ന് പറയും, മൗര്യ സാമ്രാജ്യം എന്നൊക്കെ പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചന്ദ്രഗുപ്ത മൗര്യനൊക്കെ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ഭാരതം ഇന്ന് പറയുന്ന ഈ ഭാരതത്തിൻ്റെ ചെറിയൊരു ഭാഗം ഒഴികെ ബാക്കിയുള്ള ഒരു 90% ഭാഗങ്ങളും മൗര്യ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ അടക്കം, ഇന്നത്തെ ആഭ്യന്തര കലാപം നടക്കുന്ന ബംഗ്ലാദേശ് അടക്കം മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ ആ ഒരു അശോക ചക്രവർത്തി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ അശോക ചക്രവർത്തി എന്ന് കേട്ടിട്ടുണ്ടോ? വാസ്തവത്തിൽ അവിടെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഉപദേശിച്ചു കൊടുത്ത ഒരാളുണ്ടായിരുന്നു, ശാണ്ഡില്യൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അദ്ദേഹമാണ് ഓരോ കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട മാതിരി പറഞ്ഞു കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇവിടെ ഈ രാവണന് മന്ത്രിമാർ പറഞ്ഞു കൊടുത്തു എന്നാണ്. ഞങ്ങളാരാനും അറിഞ്ഞാകില്ലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മന്ത്രിമാർ പറയാ, ഹനുമാൻ വന്നത് ഞങ്ങളോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അവിടെ. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ വാനരൻ ജീവനോടെ പോകുമായിരുന്നില്ല എന്ന് പറയാം മന്ത്രിമാർ. എന്നിട്ട് പറയാണ്, ഒരു പ്രതിജ്ഞ എടുപ്പിച്ചത്ര മന്ത്രിമാർ. ഇന്ന് നിങ്ങളെല്ലാവരും വരൂ, പ്രതിജ്ഞ എടുക്കാം. വലിയ പ്രതിജ്ഞ. എങ്ങനെ പണ്ടത്തെ പ്രതിജ്ഞ എന്നറിയും? പഴയ പ്രതിജ്ഞ തിളച്ച എണ്ണ, അതിൽ കയ്യും രണ്ടും മുക്കിയിട്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കർപ്പൂരമൊക്കെ ഉണ്ടല്ലോ, അത് കയ്യിൽ ഉള്ളനടിയിൽ കർപ്പൂരം കത്തിക്കും. എന്നിട്ടൊക്കെയാണ് പ്രതിജ്ഞ. അതിഗംഭീരമായിട്ടുള്ള പ്രതിജ്ഞയാണ് പണ്ടൊക്കെ. എന്താ പ്രതിജ്ഞ? അതായത്, മാനമോട് ഇന്നിനി ഞങ്ങളിൽ ഏകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും. ഇതാണ് പ്രതിജ്ഞ. കൈ രണ്ടും നീട്ടി മന്ത്രിമാർ, പ്രഹസ്തൻ, കുംഭൻ, നികുംഭൻ ഇവരൊക്കെ വന്ന് കൈയൊക്കെ ഇങ്ങനെ നീട്ടി. എന്നിട്ട് പ്രതിജ്ഞ എടുത്തു. തീ കത്തിച്ചു. ആ അഗ്നി സാക്ഷിയാക്കിയിട്ട് അവർ ചെയ്ത പ്രതിജ്ഞ, അല്ലയോ മഹാരാജാവേ, ഞങ്ങൾ അങ്ങയെ രാജാവായി ഇപ്പോഴും മാനിക്കുന്നു. അങ്ങ് ഞങ്ങളെ പറഞ്ഞയക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ മനുഷ്യജാതികൾ എന്നൊരു ജാതി ഉണ്ടാവില്ല. ഇത് സത്യം, സത്യം, സത്യം. ഈ പ്രതിജ്ഞയും എടുത്തിട്ടാണ് അവർ പിന്നെ പോകുന്നത്. രാവണന് സന്തോഷമായി. കാരണം ഇത്രയും വിശ്വാസമുള്ള മന്ത്രിമാരാണല്ലോ. ഇതിൽ പരം പ്രതിജ്ഞ വേറെ എന്താ ഉള്ളത്? അവർക്ക് സന്തോഷമായി. തുടർന്ന് രാവണൻ എന്തു ചെയ്യുക?
കുംഭകർണനെ വിളിക്കുക. രാവണന് മനസ്സിലായി താൻ ഒറ്റയ്ക്ക് വിചാരിച്ച കാര്യം നടക്കില്ല, അപ്പോൾ തൻ്റെ സഹോദരനെയും കൂടി ഒന്ന് വിളിക്കണം. സഹോദരനാണെങ്കിലോ ഒക്കെ നല്ല ഉറക്കത്തിലാണ്. സഹോദരൻ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് സഹോദരൻ്റെ ഒരു പ്രത്യേകത. കാരണം നിർദ്ദേവത്വം ചോദിച്ചതാണ്. ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് ചോദിച്ചു ബ്രഹ്മദേവൻ എന്താ വരം വേണ്ടത്. 3 ആൾ തപസ് ചെയ്തു. രാവണനും തപസ് ചെയ്തു, കുംഭകർണനും തപസ് ചെയ്തു, വിഭീഷണനും തപസ് ചെയ്തു. 3 സഹോദരന്മാരെ അല്ലേ? രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ 3 പേരാ മക്കൾ. 3 പേര് മക്കൾ. അവർ 3 പേരും തപസ് ചെയ്തു. രാവണൻ തപസ് ചെയ്ത് വരം വാങ്ങി, മനുഷ്യനൊഴികെ ബാക്കിയുള്ള ഒരു ജീവജാലങ്ങളിൽ നിന്നും മരണം നേരിടാൻ പാടില്ല. മനുഷ്യനായിക്കോട്ടെ, മനുഷ്യൻ കൊന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. കുംഭകർണനോട് ചോദിച്ചു എന്താ കുഴപ്പം. കുമാരൻ്റെ മനസ്സ് വിചാരിച്ചു എന്താണ് ദേവന്മാരില്ലാത്ത അവസ്ഥ ഉണ്ടാവണം ലോകത്തിൽ അല്ലേ? നിർദേവത്വം. എന്താ നിർദേവത്വം? ദേവന്മാരില്ലാത്ത അവസ്ഥ. അപ്പോൾ വേഗം അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ ലോകത്തിൽ ഭയങ്കരമായി. കാരണം ദേവന്മാരെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വികട സരസ്വതി നാവിൻ്റെ മുകളിൽ വന്ന് കൂടി അത് തെറ്റായി ഉച്ചരിച്ചൊരു വർണ്ണം പഴച്ചു. നിർദേവത്വം എന്ന് പറഞ്ഞപ്പോൾ എന്തായി? നിദ്രേവത്വമായി. നിദ്രേവത്വം. എന്താ വരാൻ വേണ്ടത്? എനിക്ക് വേണ്ടത് നിദ്രേവത്വം. എന്ത് നിദ്ര അല്ല, അപ്പോൾ മാറിപ്പോയി. നിർദേവത്വം എന്നുള്ളത് നിദ്രേവത്വമായി. എന്നാൽ ശരി, തഥാസ്തു തഥാസ്തു, അങ്ങനെ ഉണ്ടാവട്ടെ, ബ്രഹ്മാവ് പറഞ്ഞു. പിന്നെന്തായി? ഉറക്കായി അല്ലേ? 6 മാസം സുഖമായിട്ട് ഉറങ്ങും. 1 കൊല്ലം 12 മാസമല്ലേ? 6 മാസം ഉറങ്ങും, 6 മാസം ഉണരും, 6 മാസം ഉറങ്ങും, 6 മാസം ഉണരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിദ്രേവത്വം. ഈ ഉറക്കത്തുനിന്ന് ഉണർത്താൻ പെട്ട പാടെന്താ കുംഭകർണന്? കുംഭകർണൻ ഉറങ്ങുന്ന സമയത്താണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ സൈന്യം ലങ്കയിൽ വന്നത്. യുദ്ധസമയത്താണ് മൂപ്പര് ഉറക്കം. ഉണർത്താൻ പെട്ട പാടെന്താ? ഏതായാലും നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഉറക്കത്തുനിന്ന് ഉണർന്ന് കുംഭകർണൻ വന്ന് രാവണനെ വണങ്ങി. എന്നിട്ട് ചോദിച്ചു എന്താണ് അങ്ങ് വേണ്ടത്? എന്തിനാണ് എന്നെ ഉണർത്തിയത്? അങ്ങക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പം അതിന് കുംഭകർണനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായി കുംഭകർണ. ഇവിടെ ഒരു കുരങ്ങൻ വന്നു, വേണ്ട പരാക്രമം മുഴുവനും കാണിച്ചു. എൻ്റെ ഇളയ മകൻ അക്ഷകുമാരനെ അരച്ച് തിലകം തൊട്ടു. അവൻ്റെ ശവം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ എൻ്റെ ഒരു മകനുണ്ട് ഇന്ദ്രജിത്ത്, അറിയാലോ നിനക്ക്. ഇന്ദ്രജിത്ത് അവനെ ബന്ധിച്ചു. ഇന്ദ്രജിത്തിനെ ഞാൻ സമ്മതിച്ചു. കാരണം ആ വാനരനെ ബന്ധിക്കാൻ അവൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു ആ വാനരൻ്റെ വാലിൻ്റെ മുകളിൽ തീ കൊളുത്തി വിടാൻ പറഞ്ഞു. ആ തീ കൊളുത്തി വിട്ടതേ ഓർമ്മയുള്ളൂ. പിന്നെ ലങ്ക മുഴുവനും അങ്ങോട്ട് ആ വാനരൻ ചുട്ട് ഭസ്മീകരിച്ചു. കാരണം എന്താ? ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാണത്രേ അവൻ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സമുദ്രത്തിൻ്റെ അക്കരെ വന്ന് നിൽക്കുക. ഏത് നിമിഷവും ആ മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് ആ സൈന്യം ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങും, ഉറപ്പാണ്. അതുകൊണ്ട് നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട് കുംഭകർണ. പേര് നോക്കണം, കുംഭകർണൻ. അടുത്ത സഹോദരൻ വിഭീഷണൻ. 2ാമത്തെ അക്ഷരം എന്താ? ഭ എന്നാണ്. പിന്നെ രാവണന് മാത്രം എന്താണ് 2ാമത്തെ അക്ഷരം ഭ നാവാതെ വാനായത്? ഇതാണ് ഒരു ചോദ്യം ചോദിച്ചത്. ഉദ്ദണ്ഡശാസ്ത്രികൾ ചോദിച്ചൊരു ചോദ്യമാണ്. കുംഭകർണൻ, വിഭീഷണൻ, പിന്നെ രാവണൻ. അപ്പം രാവണൻ എന്നല്ല അവൻ്റെ പേര്, രാവണൻ എന്നാണ്. കാരണം കുംഭകർണൻ, വിഭീഷണൻ, ഭ. അപ്പം രാവണൻ എന്നായിക്കൂടെ? പിന്നെ നമ്മൾ വിളിച്ചു വെച്ച് രാവണൻ എന്നായി. ശരിക്കും രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നാണെന്നാ തർക്കിച്ചത് അദ്ദേഹം. ഇതേപോലെ അതൊക്കെ കുതർക്കം എന്നതിന് പറയാം. അപ്പം എന്തായാലും ഈ കുംഭകർണൻ ഇത് കേട്ടപ്പോൾ രാവണനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് അങ്ങയോടൊരു കാര്യം, അങ്ങ് എൻ്റെ ജ്യേഷ്ഠനാണ്, നല്ലൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയേണ്ടത്? സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, സഹോദര, അങ്ങ് കാണുന്നത് പോലെ കേവലം ഒരു മനുഷ്യനല്ല. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണുവാണ്.
മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങളുള്ള ആ സഹസ്രനാമത്തിൽ രാമശബ്ദം എവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സീത, ഈ സീത ആരാ? സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ്. ഇതങ്ങ് വിചാരിക്കണം. പിന്നെ ദേഹം മൂലമാണ് നമുക്ക് അഹങ്കാരമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങ് സീതാദേവിയെ മോഹിച്ചു, പോട്ടെ, എല്ലാവർക്കും മോഹം ഉണ്ടാവും. ഒരു സ്ത്രീയെ കണ്ടാൽ മോഹിക്കാത്ത പുരുഷന്മാരുണ്ടാവില്ല എന്ന് കൂട്ടിക്കോട്ടെ. പക്ഷേ അതൊക്കെ അനർത്ഥത്തിലേക്ക് കലാശിക്കൂ. ഒരു സ്ത്രീയെ കണ്ടു മോഹിച്ചു, ആ സ്ത്രീയുടെ പിന്നാലെ പോയി 24 ഗുരുനാഥന്മാരെ പറയുന്നുണ്ട്. അതിലൊരു ഗുരുനാഥൻ അവധൂതൻ പറയുന്നുണ്ട്, ഇല്ലേ? ഒരു ഗുരുനാഥൻ ആരാ? ആനയാണ്. ആന എൻ്റെ ഗുരുനാഥനാണ്. അപ്പോൾ ആന എങ്ങനെ ഗുരുനാഥനാവുക എന്ന് ചോദിക്കുകയാണ് പ്രഹ്ലാദൻ. അപ്പോൾ പ്രഹ്ലാദനോട് അവധൂതൻ പറയാണ്, ആന പിടിയാനയുടെ പിന്നാലെ പോകുന്നത്. പിടിയാനയുടെ ഗന്ധം, സൗന്ദര്യം ഒക്കെ കണ്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ പോകും. പിന്നാലെ പോയിട്ട് എന്തായി? വാരിക്കുഴിയിൽ ചെന്ന് ചാടും. ഈ ആളുകൾ വാരിക്കുഴി കുഴിച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ ഇലയൊക്കെ വെച്ച് കെട്ടി കുറേ ആ കുഴിയിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആന ആരായി? കാട്ടാനല്ല, പിന്നെ നാട്ടാനയാണ്. പിന്നെ കുഴിയിൽ നിന്നും ഈ ആനയെ കൊണ്ടുവന്ന് മെരുക്കിയെടുത്ത് നേരെ ആനക്കൊട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ നാട്ടാനയാക്കിയിട്ട് പിന്നെ ഈ മില്ലിലേക്കും മറ്റും തടി ചുമക്കാനൊക്കെ കൊണ്ടുപോകും. പിന്നെ നാട്ടാനയായി, ഉശിരൊക്കെ പോയി. എന്താ കാരണം? ഈ പിടിയാനയുടെ പിന്നാലെ പോയത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഈ സ്ത്രീകളുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് കാമമോഹിതരായിട്ട് അതിൻ്റെ പിറകെ പോവാണെന്ന് വെച്ചാൽ അബദ്ധത്തിൽ കലാശിക്കും. ഇത് പുരുഷനോട് മാത്രമല്ല പറയാനുള്ളത്, സ്ത്രീയോടും പറയാനുണ്ട്. നല്ല പുരുഷ സൗന്ദര്യം കണ്ട് ആ പുരുഷൻ്റെ പിറകെ പോകുന്ന സ്ത്രീകൾക്കും ഇതേപോലെ കുഴിയിൽ ചാടും. ഒരു സംശയവും വേണ്ട. തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ദൂരം. കുംഭകർണൻ പറഞ്ഞു കൊടുക്കുക രാവണനോട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സീതാദേവിയെ എത്രയും വേഗം രാമൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കണം, എന്നൊരു ക്ഷമ ചോദിക്കണം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നതവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. ഈ മത്സ്യങ്ങളൊക്കെ ഇല്ലേ? മത്സ്യങ്ങൾ ചൂണ്ട ഇട്ടിട്ട് മത്സ്യം പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചൂണ്ടക്കുളത്തിൽ കുടുങ്ങിയ ഇര കണ്ടിട്ട് അത് തനിക്ക് കഴിക്കാനുള്ള ഇരയാണെന്ന് വിചാരിച്ചിട്ട് മത്സ്യം അത് വിഴുങ്ങും. അത് വിഴുങ്ങുമ്പോൾ മത്സ്യത്തിൻ്റെ കഴുത്തിൽ അത് കുടുങ്ങിപ്പോയി. അതേപോലെയാണ് അഗ്നി. ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഭക്ഷിക്കാനുള്ള പദാർത്ഥമാണ് എന്ന് കണ്ട് പാറ്റകൾ വന്ന് അതിൽ ചാടി ചിറക് കരിഞ്ഞ് ചത്തുപോകും. അതുപോലെ മോഹം പാടില്ല. നമ്മുടെ മോഹം അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിറക് കരിഞ്ഞ് നമ്മൾ നശിക്കും. അല്ലെങ്കിലേ ഈ ലോകത്തിൽ മനുഷ്യജന്മം, മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്. ഇന്നലെ പെയ്ത മഴയ്ക്കാണ് ഇന്ന് മലയിടിഞ്ഞ് അനവധി ആളുകൾ മണ്ണിനടിയിൽ അകപ്പെട്ടു പോകുന്നത്. അവർക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർക്കും മോഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വീട് വെക്കണം, അതുപോലെ തന്നെ ലോണെടുത്തു, ആ ലോൺ അടച്ച് നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കണം. കെട്ടുതാലി പോലും പണയം വെച്ച് കുടുംബം പോറ്റിയവരുണ്ട്. അനവധി കുടുംബങ്ങളുണ്ട്. എത്രയാണെന്ന് പറയാൻ വയ്യ. ഒരൊറ്റ നിമിഷത്തിൽ അതെല്ലാം ചാമ്പലായി. മോഹങ്ങൾ പോയി, വീടുകൾ പോലും പോയി. എത്രയോ ഗൾഫിലൊക്കെ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് അതുകൊണ്ടൊരു വീട് നിർമ്മിച്ചു. വീട് നിർമ്മിച്ചിട്ട് അയാൾ ലീവിൽ കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോയി. ആ വീട്ടിൽ അമ്മയെയും സഹോദരിമാരെയും മറ്റുള്ളവരെയും ഒക്കെ വീട്ടിൽ പാർപ്പിച്ചു. എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. തലേ ദിവസം ആ വീട്ടിൽ മനോഹരമായിട്ടുള്ളൊരു പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു. പുറത്ത് മഴ ഇങ്ങനെ ചിന്നം ഭിന്നം പെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് വീട്ടിലൊരു പാർട്ടിയാണ്. മനോഹരമായിട്ട് പാടാൻ അറിയുന്നവരൊക്കെ ആ വീട്ടിലിരുന്ന് പാടി. നൃത്തം ചെയ്യാൻ അറിയുന്ന പെൺകുട്ടികളൊക്കെ നൃത്തം ചെയ്തു. ആ വീട് എന്തൊരു സന്തോഷത്തിലായിരുന്നു. പുലർച്ചെ 12:30 ആദ്യത്തെ ശബ്ദം കേട്ടത്. പിന്നീട് രണ്ടാമത് 3:30. അതോടുകൂടി ആ വീട് തകർന്നു. പിന്നെ ഒരു ഫോൺ കോളാണ് അയാൾക്ക് കിട്ടിയത്. വേഗം വരണം. അയാൾ അവിടെ നിന്ന് പാഞ്ഞു വന്നു. തൻ്റെ വീട് എവിടെ നോക്കി, വീടില്ല. ആ സ്ഥാനത്ത്, വീട് നിർമ്മിച്ച സ്ഥാനത്ത് വീടില്ല. എവിടെ തൻ്റെ കുടുംബാംഗങ്ങൾ? 11 പേരുണ്ട്. 11 പേരും ഇല്ല.
കുറച്ചു പേരുടെ മൃതദേഹങ്ങൾ കിട്ടി, കുറച്ചു പേർ ഇപ്പോഴും കാണാമറയത്ത്. അങ്ങനത്തെ ഒരു വാക്ക് നമ്മൾ പഠിച്ചത് ഈ അടുത്ത കാലത്താണ്, കാണാമറയത്ത്. മുമ്പൊരു സിനിമയുണ്ടായിരുന്നു ആ പേരിൽ, കാണാമറയത്ത്. ഇപ്പോൾ അത് നമുക്ക് നല്ല പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ദുഃഖമാണ്, ഇടനെഞ്ച് പൊട്ടും. വാസ്തവത്തിൽ മനുഷ്യജന്മം ഇത്രയേ ഉള്ളൂ. ഇത് കുംഭകർണൻ പറഞ്ഞു കൊടുത്തു എന്തിനാണ് അഹങ്കരിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസര് ശിഷ്യന്മാർക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. എന്താ കഥ? അമ്മ അടുക്കളയിൽ സാമ്പാർ ഉണ്ടാക്കുകയാണ്. സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പൊടിയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ച് അതിൽ വെച്ചു തീ കൂട്ടി. അന്ന് വിറകാണ് അടുപ്പിൽ, ഗ്യാസില്ല. വിറക് കൂട്ടി തീ കത്തിച്ച സമയത്ത് തീ തിളയ്ക്കാൻ തുടങ്ങി, വെള്ളം തിളച്ച് പൊന്താൻ തുടങ്ങി. ഈ മസാലയിൽ കഷ്ണങ്ങൾ, മുരിങ്ങാക്കായുണ്ട്, ഉള്ളി, എല്ലാതും ഉണ്ട്. കടന്നിങ്ങനെ മേൽപ്പൊട്ട് പൊന്താണ്. വഴുതനങ്ങ കഷ്ണവും മുരിങ്ങാക്കായ കഷ്ണവും പരിപ്പും ഒക്കെ മുകളിലേക്ക് ഇങ്ങനെ വരിക. പരിപ്പിൻ്റെ അഹന്തം നോക്കണം, തിളച്ചിങ്ങനെ പൊന്തി മുരിങ്ങാക്കായനെയൊക്കെ തള്ളി മാറ്റി ഞാനാണ് കേമനെന്ന് പറഞ്ഞിട്ട് ആ പരിപ്പുണ്ട് തലേനെ പൊന്തിച്ച്. എന്താണ് നമ്മൾ പരിപ്പിളക്കെന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെയാണോ വന്നത്? അഹങ്കാരമാണ്, അഹങ്കാരം. അങ്ങനെ തല പൊന്തിച്ചിങ്ങനെ വരികയാണ്. വീട്ടമ്മത് കണ്ടു, ഓഹോ നിങ്ങളിങ്ങനെ അഹങ്കരിക്കണ്ട, ഞാനൊരു കാര്യം ചെയ്തു തരാം. വേഗം അടുപ്പിൽ നിന്നും ഒരു കൊള്ളി പിരിഞ്ഞു വെച്ചു. പിരിഞ്ഞു വെക്കുക എന്നാണ് പറയുക. ഒരു കൊള്ളി എടുത്ത് തൊട്ടടുത്ത അടുപ്പിലേക്ക് വയ്ക്കും. പട്ടു സ്വഭാവ അമ്മമാർക്കുണ്ട് അങ്ങനെ. ആ തീയിൻ്റെ ശക്തി ഒന്ന് കുറയ്ക്കാൻ ഒരു കൊള്ളി എടുത്ത് അപ്പുറത്തേക്ക് വെച്ചു. അതോടുകൂടി എന്തായി, ആ കഷ്ണങ്ങളൊക്കെ താഴേക്ക് വന്നു. പിന്നെ അഹങ്കാരം ഇല്ല. കാരണം ഈ കഷ്ണങ്ങളൊക്കെ അഹങ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ മൂട്ടിൽ കത്തുന്ന തീയാണ്, അഗ്നിയാണ്. ഈ അഗ്നിയാണ് ഊർജം, അതവർ മനസ്സിലാക്കുന്നില്ല. അതേപോലെ നമുക്ക് നമ്മുടെ ഈശ്വര ശക്തിയാകുന്നൊരു ഊർജം നമ്മെ ജീവിപ്പിക്കുന്നു, നമ്മെ നടത്തിക്കുന്നു, നമ്മളെ ഇരുത്തുന്നു, നമ്മളെ കിടത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ ഒരു ഊർജം നമുക്കുണ്ട്. ആ ഊർജം നഷ്ടപ്പെട്ടാൽ, ആ കൈ ഒന്നും കൂടി പിൻവലിച്ചാൽ അതോടുകൂടി ഈ കുമിള പൊട്ടിപ്പോവും, ഒന്നുമല്ലാതായിപ്പോയി. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇതൊന്നും? അതുകൊണ്ട് രാവണ, നീയൊരു കാര്യം മനസ്സിലാക്കണം, പണം കൊണ്ട് അഹങ്കരിക്കരുത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ അതിനും ഒരു കഥ പറയുന്നുണ്ട്. ഒരു ആന വരുന്നു പാടത്ത്, വരമ്പിലൂടെ. ആ വരമ്പിൻ്റെ പാർശ്വഭാഗത്ത് ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ ഒരു തവളയുണ്ട്. അതിലൂടെ മുമ്പ് ഒരു സേട്ടു നടന്നുപോയി. ആ സേട്ടുവിൻ്റെ കയ്യിൽ നിന്നും ഒരു സ്വർണ്ണ നാണയം മടിക്കുത്തിൽ നിന്നും കൊഴിഞ്ഞു വീണു. അത് ഉരുണ്ടുരുണ്ട് വീണത് ഈ തവള താമസിക്കുന്ന തവളയുടെ മടയിലേക്കാണ്. തവള അത്ഭുതപ്പെട്ടു പോയി. ഒരു സ്വർണ്ണ നാണയം തൻ്റെ നേരെ തിരിഞ്ഞു വരുന്നു. വേഗം ആ സ്വർണ്ണ നാണയം എടുത്ത് അതിൻ്റെ മുകളിൽ തവള ഇരുന്നു, അടയിരിക്കുന്നത് പോലെ. അപ്പോഴാണ് ആന നടന്നു വരുന്നത്. ആന വരുന്ന സമയത്ത് തൻ്റെ ആ ഇരിക്കുന്ന തൻ്റെ വീട് കുലുങ്ങുന്നത് പോലെ തോന്നി. വേഗം ആരാണ് തൻ്റെ വീട് കുലുക്കുന്നത്? തവള അവിടെ നിന്ന് എണീച്ചിങ്ങോട്ട് വന്നു. എണീച്ച് വന്ന് വരമ്പിൻ്റെ മുകളിൽ വന്നിട്ട് ആനയെ ഒന്നിങ്ങനെ നോക്കി. ഒക്കത്തെ കൈയൊക്കെ കുത്തിയിട്ട് തവളയ്ക്കൊരു നോട്ടം, ആനയെ. അമ്പമ്പട നീയാട എന്ന് പറഞ്ഞ് ആനയുടെ മുഖത്തേക്കൊരു നോട്ടം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ തവള ഒരൊറ്റ അമർത്തലിൽ തവളയില്ല, തവളയുടെ ദ്വാരം മടി ഒന്നും ഉണ്ടാവില്ല. ആ ആനയെ നോക്കിയിട്ടാണ് തവള നീ ആരാ എന്ന അഹംഭാവത്തിൽ കയ്യും കുത്തിങ്ങനെ നോക്കിയത്. തവളയ്ക്ക് എന്തുകൊണ്ട് ഈ അഹങ്കാരമുണ്ടായി? ആ ഒരൊറ്റ സ്വർണ്ണ നാണയം, അതിൻ്റെ സാമീപ്യം, ആ സ്വർണ്ണ നാണയത്തിൻ്റെ സാമീപ്യമാണ് ആ തവളയുടെ അഹങ്കാരത്തിന് കാരണം. അതുകൊണ്ട് പാക്കനാർ പറയും പണം ആളെക്കൊല്ലിയാണ്. പണത്തിന് പാക്കനാർ പേരിട്ട് കൊടുത്തത് എന്താ? ആളെക്കൊല്ലി എന്നാണ്. ആളെക്കൊല്ലിയാണ് പണം. അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത്, ധനം കൊണ്ട് അഹങ്കരിക്കരുത് എന്ന് പറയും. ഏതായാലും ഇനി അങ്ങയോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, വേഗം ഇതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്കു വശനാഹം പുരുഷനു വന്നീടും ആപത്തു നിർണയമോർത്തു കാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാദിയാം കുംഭകർണോക്തികൾ കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൽ. ഇന്ദ്രിയങ്ങൾക്ക് വശനായ പുരുഷൻ ആപത്ത് വരും. കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി,
5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ഈ 5 ഇന്ദ്രിയങ്ങൾക്കും ആപത്ത് സംഭവിക്കും. കണ്ണ് നല്ല കാഴ്ചകൾ കണ്ട് കണ്ണ് അതിൻ്റെ പിറകെ പോയാൽ കണ്ണിന് ആപത്ത്. നല്ല സംഗീതം കേട്ട് അതിൻ്റെ പിറകെ പോയാൽ മറ്റെല്ലാം നമ്മൾ മറന്നുപോകും, അത് ആപത്ത്. അതേപോലെ തന്നെ നാവ് പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. നല്ല രുചിയുണ്ട് എന്ന് കരുതി ഭക്ഷണം നല്ലതുപോലെ കഴിച്ചാൽ അതും ആപത്തിലേക്ക് കലാശിക്കും. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾക്കും നല്ലതാണ് എന്ന് തോന്നുന്നത് മാത്രം നമ്മൾ സ്വീകരിക്കാൻ ശ്രമിച്ചാൽ അത് ഇന്ദ്രിയങ്ങൾക്ക് ഹാനിയാണ്, അപകടമാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താൻ സാധിക്കണം. അതുകൊണ്ട് നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയണം, കണ്ണേ മടങ്ങുക. കണ്ണിനോട് പറയണം, കണ്ണേ മടങ്ങുക, അത് അരുതാത്ത കാഴ്ചയാണ്, അത് കാണരുത്, അല്ലെങ്കിൽ അജാമിളിന് പറ്റിയതുപോലെയാവും. കണ്ണേ മടങ്ങുക എന്ന് അജാമിളൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ദർഭ ശേഖരിക്കാൻ പോയ, കാട്ടിലേക്ക് പോയ അജാമിളൻ അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരു ശൂദ്ര സ്ത്രീയുമായിട്ട് ഒരു വേടൻ രമിക്കുന്ന കാഴ്ചയാണ്. കാട്ടിൽ ഒരു ശൂദ്ര സ്ത്രീയുമായി വേടൻ രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അജാമിളന് വേണമെങ്കിൽ പറയാം, എന്ത്, കണ്ണേ മടങ്ങുക. പക്ഷേ അജാമിളത് പറഞ്ഞില്ല. അജാമിളത് ആസ്വദിച്ചു നിന്നു. ആ ദർഭയും ഒക്കെ അവിടെ വെച്ചു. വേടൻ പോയി. കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ ആ പുരുഷൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിന്നെ ഈ ശൂദ്ര സ്ത്രീ മാത്രമാണ് അവിടെ. അവൾ തുണിയൊക്കെ ധരിച്ച് അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നാലെ ചെന്നു അജാമിളൻ. ഈ സ്ത്രീ വീട്ടിലേക്ക് കയറിയപ്പോൾ ബ്രാഹ്മണനായ അജാമിളനും പിറകെ. അപ്പോൾ സ്ത്രീ ചോദിച്ചു, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ്? അജാമിളൻ പറഞ്ഞു, ഒന്നുമല്ല, എനിക്ക് ഭൗതിയെ ഇഷ്ടപ്പെട്ടു, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇവിടെ കഴിയാൻ തീരുമാനിച്ചു. വേഗം ആ സ്ത്രീ അയാളെ കൈ പിടിച്ച് കൂട്ടി അകത്തേക്കാണ് കൊണ്ടുപോയി. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഇല്ലം മറന്നുപോയ അജാമിളൻ, അല്ലേ? തൻ്റെ കുടുംബജീവിതം പാടെ മറന്ന അജാമിളൻ, ബ്രാഹ്മണൻ്റെ ഷോഡശ സംസ്കാരം, ആ സംസ്കാരം പോലും മറന്ന അജാമിളൻ ആ ശൂദ്ര സ്ത്രീയുമായി രമിച്ച് അവിടെ കഴിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതിൽ കുട്ടികളുണ്ടായി. ഒരു നാമജപം കൊണ്ട് അജാമിളൻ രക്ഷപ്പെട്ടു. സാധാരണ ഒരു പുരുഷനാണ് എങ്കിൽ നാമം ജപിക്കാൻ പറ്റൂ. നാവിൽ കട്ടി കൂടിയ പാപങ്ങളുമായിട്ട് വന്നാൽ രാമനാമം ജപിക്കാൻ സാധിക്കാതെ കണ്ണും തുറിച്ചു നിൽക്കുന്ന രത്നാകരൻ എന്ന കാട്ടാളന്മാരായി പോകും നമ്മളൊക്കെ. അത്രയും പാപവാസനകളാണ് നമ്മുടെ നാവിലും നമ്മുടെ ഇന്ദ്രിയങ്ങളിലും ഒക്കെ പുരണ്ടിരിക്കുന്നത്. പരിപൂർണമായിട്ട്, പരിശുദ്ധമായിട്ട്, നിഷ്കളങ്കമായിട്ട് നാമം ജപിക്കണമെങ്കിൽ പാപത്തിൻ്റെ ഒരു അംശം പോലും ചെയ്തിട്ടില്ല, ആ ഒരു ബോധം നമുക്കുണ്ടാവണം. എൻ്റെ മനസ്സ് ശുദ്ധമാണ് എന്ന് പറയാനുള്ള ആ ഒരു ദൃഢവിശ്വാസം, ആ ഒരു ആത്മവിശ്വാസം 100% നമുക്കുണ്ടെങ്കിൽ നാമം ചൊല്ലിക്കോളൂ. ആ നാമം നമ്മുടെ പാപത്തെ ഇല്ലാതെയാക്കും. അജാമിളൻ അതുണ്ടായിരുന്നു. അജാമിളൻ അവസാനം തെറ്റുപറ്റി മനസ്സിലായി. യമദൂതന്മാരെ കണ്ട് യമദൂതന്മാരുടെ സംഭാഷണത്തിൽ നിന്നും അജാമിളൻ അത് മനസ്സിലാക്കി. നിങ്ങൾ ചെയ്തു പോയി തെറ്റ്, പക്ഷെ ഒരൊറ്റ നാമജപം കൊണ്ട് നിങ്ങളുടെ തെറ്റുകളെല്ലാം മറന്നുപോയിരിക്കുന്നു. നാരായണ എന്നുള്ള നാമം അല്ലേ? നാരായണൻ്റെ ചതുരാക്ഷരനാമധേയം ആരാകിലെന്താകു വിശുദ്ധിയൊടൽപ്പനേരം പാരായണത്തിനു ദിനം പ്രതി നീക്കിവച്ചാൽ പാരാതെ പാപമതിവേഗമകന്നു പോകും. അതാണ് നാമജപത്തിൻ്റെ പ്രത്യേകത. ജപം ജ പ 2 അക്ഷരമാണ്. ജകാരം ജന്മവിച്ഛേദം, പകാരം പാപനാശകം. ശങ്കരാചാര്യസ്വാമികൾ പറയാം, ജകാരം ജന്മവിച്ഛേദം. ജ എന്ന് പറഞ്ഞാൽ ജന്മം ഇല്ലാതെയാക്കുന്നതാണ്. പകാരം പാപനാശകം. പ എന്ന് പറഞ്ഞാൽ പാപത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ജപം. അതുകൊണ്ട് ജപിക്കുക, ജപിക്കുക, ജപിക്കുക. നാമജപം ഏറ്റവും പ്രധാനമാണ്. എല്ലാം മറന്നുകൊണ്ട് അതിൽ മുഴുകിക്കൊണ്ട് നാമം ജപിക്കുന്നവരെ നമുക്ക് കാണാം. വൃന്ദാവനത്തിലും നൈമിശാരണ്യത്തിലും അങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ഭാരതത്തിൽ. അവിടെയൊക്കെ വെറുതെ ഒന്ന് പോയി നോക്കുക.
അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം മറന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നവരെ കാണാം. എല്ലാം മറന്നുകൊണ്ട് അവർ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൃഷ്ണനാമ രസ് പിയാ കരോ, രാമനാമ ജപാ കരോ, കൃഷ്ണനാമ രസ് പിയാ കരോ. ഇപ്പോഴും അവർ പറയും. എന്തായാലും പറയുക? രാമനാമ ജപ്പ് അല്ലേ, അതിങ്ങനെ ജപിക്കാൻ പറയും. അതിൽ ആ ഒരു ഇതിങ്ങനെ പിടിക്കുക. പിബാക്കരോ, കുടിച്ചുകൊണ്ടിരിക്കുന്ന നാമരസം കുടിക്കാനാ പറയണത് അവർ. ആ വൃന്ദാവനത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും ഒരു നാമം ചൊല്ലിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ചിന്തകളൊന്നും അവരെ അലട്ടുന്നില്ല. നമുക്കതല്ല. നമുക്ക് രാവിലെ ആയിക്കഴിഞ്ഞാൽ പ്രാരബ്ധമായി ഇല്ലേ? പല്ല് തേക്കാൻ വേണ്ടി ടാപ്പ് തുറക്കുന്ന അന്ന് അപ്പം മുതൽക്ക് പ്രാരബ്ധം. അതെ, പല്ല് തേക്കാൻ വേണ്ടി ടാപ്പ് ഇങ്ങോട്ട് തുറന്ന് രാവിലെ 5 മണിക്ക് എണീച്ച് ടാപ്പ് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളമില്ല. അതോടുകൂടി നമ്മുടെ ഭാവം മാറി. പിന്നെ അവിടുന്ന് പുറത്തേക്കും കണ്ട് ചാടി ബ്രഷും ഇല്ല, പേസ്റ്റും ഇല്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ പായൽ മുഴുവൻ പേസ്റ്റുമായി പുറത്തേക്കൊണ്ട് വന്നിട്ട് എന്താ അത്, ടാങ്ക് നിറച്ചില്ലേ തലേ ദിവസം, എന്തേ ഉണ്ടായത്? അപ്പോൾ ഭാര്യ പറയാണ്, ടാങ്കൊക്കെ തലേ ദിവസം നിറച്ച് വെച്ചതാണല്ലോ, പിന്നെ എന്തേ പറ്റിയത്? ആർക്കും അറിയില്ല. അപ്പോഴാണ് ചെറിയ കുട്ടി പറഞ്ഞത്, അതേ അച്ചമ്മ ടാപ്പ് അടയ്ക്കാൻ മറന്നു. വടുക്കോർത്തൊരു ടാപ്പ് ഉണ്ടായിരുന്നു, അത് അച്ചമ്മ കൈയൊക്കെ കഴുകി വന്നപ്പോൾ അത് കൂട്ടിയിട്ടില്ല. രാത്രി മുഴുവനെ വെള്ളം പോയി ആ ടാപ്പ് കൂടെ. പിന്നെ ടാങ്കിൽ വെള്ളം ഉണ്ടാവുക. ഇയാൾക്കും കിട്ടി ദേഷ്യം വന്നു. ഇള അമ്മടെ നേരെ അങ്ങോട്ട് നോക്കിയപ്പോൾ പാവം രോഗം തുടങ്ങി ചുളിയും തൊലി പൂർണ്ണമായി വാർദ്ധക്യമായി വടിയൂന്നി നടന്നു മെല്ലെ ദുഃഖം തുണച്ചു കഴിയും അല്ലേ. അങ്ങനെ വടിയും കുത്തി രോഗം തുടങ്ങി ചുളി ഒക്കെ ചുളിഞ്ഞ് നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ പറയാനും തോന്നുന്നില്ല. ഇന്ന് ദേഷ്യമുണ്ട്. അതിൽ 2 ഹുങ്കാരം പുറപ്പെടുവിച്ചു രാവണൻ്റെ മാതിരി. ബാത്റൂമിലേക്ക് അങ്ങോട്ട് ചാട്ടി ഹും എന്ന് പറഞ്ഞു, പുറത്തേക്ക് അങ്ങോട്ട് ചാടി ഹും എന്ന് പറഞ്ഞു. ആരുടെ മുഖത്തേക്കും നോക്കാതെ പറഞ്ഞു. അപ്പോഴാണ് ഭാര്യ പറഞ്ഞു, കൈ ഇങ്ങോട്ട് നീട്ടി, ദാ ചായ. ഒരൊറ്റ തട്ട ചായയും വേണ്ട ഒന്നും വേണ്ട, കൊണ്ടുപോയിക്കോടുന്നു. കലി കയറി. നേരെ മറിച്ച് പണ്ട് തുള്ളൽ കഥയിൽ പറഞ്ഞതുപോലെ, എന്താ, കിട്ടിയ പെണ്ണിനെ മടി കൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു കൊടുത്തു, അതുകൊണ്ടരിശം തീരാഞ്ഞിട്ടവൻ അപ്പുരയുടെ ചുറ്റും ഓടി നടന്നു. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നേരം കൊണ്ട് വെളിച്ചായി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ ഓടി നടക്കലാണ്. എന്തിനത്? ഒരരച്ചാണ് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ്. അവിടെ എന്ത് നാമജപം, എന്ത് സഹസ്രനാമം, എന്ത് ഭാഗവതം, എന്ത് രാമായണം. പ്രാരബ്ധത്തിൻ്റെ കുണ്ടിലാണ് നമ്മളെല്ലാവരും. രാവിലെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ പ്രാരബ്ധമല്ലാതെ ഒന്നും പറയാൻ ഇല്ല. രാമായണ പ്രഭാഷണമുണ്ട്, അത് കേൾക്കാൻ പോയിക്കൂടെ? കുറച്ച് നേരം അവിടെ ഇരുന്നത് കേട്ടുകൂടെ? കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. അയ്യോ എൻ്റെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകാണ്ട്, സ്കൂൾ വണ്ടി വരും, അത് അതുണ്ടാക്കണം ഇതുണ്ടാക്കണം, 100 കൂട്ടം. അതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞത് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. പറഞ്ഞെന്താ, പ്രഭാഷണം കേൾക്കാൻ വരണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ വന്നില്ല, അവസാനം 11 മണിയായപ്പോഴേക്കും ഞാൻ വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, മാഷ്ക്കറിയോ, ഭർത്താവ് വയ്യാതെ കിടക്കണം, ആരുമില്ല, ഭർത്താവിനെ നോക്കണ്ടേ, ഭർത്താവിനെ പരിചരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ബെഡിലൊക്കെ കിടത്തി വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒക്കെ ശരിയായി. ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, ഇതാട്ടോ ഞാൻ കാടാമ്പുഴയിലേക്ക് അമ്പലത്തേക്ക് പോവാണ്, രാമായണത്ത് കഴിഞ്ഞ് ഞാൻ വരാട്ടോ, കിടന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരണത് എന്ന് പറഞ്ഞപ്പോൾ, അതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ, അതാണ് ഏറ്റവും വലിയ രാമായണം, അതാണ് അമ്മ ചെയ്ത ഏറ്റവും വലിയ പുണ്യം. ആ പുണ്യത്തിൻ്റെ ഒരു അംശം പോലും ഒരു പക്ഷേ ഇവിടെ വന്ന് 24 മണിക്കൂറും രാമായണം കേട്ടാലും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ മഹത്വം, ആ അമ്മ ചെയ്ത മഹത്വം. കാരണം എന്താ, തൻ്റെ കടമ നിറവേറ്റി. ഒരു ഭക്തൻ ഇവിടെ വന്നു, ഷൊർണൂരിൽ നിന്നാണ് വരണമെന്ന് പറഞ്ഞു. അന്നദാനത്തിലേക്ക് സംഭാവന തരാം എന്ന് പറഞ്ഞു. ഒരു 100 രൂപ സംഭാവന തന്നു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു അദ്ദേഹത്തോട്, എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് ഷൊർണൂരിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ലേ ചോദിച്ചു. ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ല, എനിക്ക് വേഗം എൻ്റെ വീട്ടിലെത്തണം. ഞാൻ വീട്ടിൽ എന്താണ്?
വീട്ടിൽ എൻ്റെ ഭാര്യ ഒറ്റയ്ക്കുള്ളൂ. ഭാര്യയ്ക്ക് സ്ട്രോക്ക് വന്നിരിക്കുകയാണ്. അവൾ പേരിൽ മുട്ടിറക്കണം എന്നൊക്കെ വിചാരിച്ചു, ആരുമില്ല. പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്, അവൾ മന്ദബുദ്ധി മാതിരിയാണ്, ആയിട്ടില്ല നോക്കാൻ. അവളെ ഞാൻ തൊട്ടടുത്ത വീട്ടിൽ ആക്കിയിരിക്കുകയാണ്. വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ. അവൾ കട്ടിലിൻ്റെ മുകളിൽ നിന്ന് വീഴുമോയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കരയാണ്. കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായിട്ട് ഒഴുകുന്നത് ഞാൻ കണ്ടു. ഞാൻ എൻ്റെ കേബിളിൽ നിന്ന് ഇരിപ്പിടത്തിൽ നിന്ന് പതുക്കെ എണീച്ചു, പുറത്തേക്ക് വന്നു. ഞാൻ അയാൾ പുറത്ത് തട്ടി, എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും കരയരുത്, കാടാമ്പുഴമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ ഭാര്യയുടെ അസുഖമൊക്കെ മാറും, നിങ്ങൾ വിഷമിക്കരുത്, കരയരുത്, കണ്ണീര് തുടയ്ക്കൂ എന്ന് പറഞ്ഞു. കണ്ണീര് തുടച്ചു. ആ 100 രൂപ ഞാൻ വരയ്ക്കുന്ന കൈകൊണ്ടാണ് ആ 100 രൂപ ഞാൻ വാങ്ങിയത്. എന്തൊരു സങ്കടമാണ് എനിക്കപ്പോൾ ഉണ്ടായതെന്നറിയും. അതാണ് വല്ലാത്ത വിഷമം എനിക്ക് ആ സമയത്തുണ്ടായി. അപ്പോൾ തന്നെ ഇങ്ങനെ ഓരോ ഭക്തന്മാരും പുരാണപാരായണം കേൾക്കാനും പ്രഭാഷണം കേൾക്കാനും സമയം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അവരുടെ കടമകൾ അവർ ചെയ്യട്ടെ. കടപ്പാട് അതൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കടം നമുക്ക് വീട്ടാൻ കഴിയും. കടം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഘട്ടം ഘട്ടമായി കുറേശ്ശെ നമുക്ക് ആ പണം കൊടുത്ത് കടം വീട്ടാം. പക്ഷെ കടപ്പാട് അത് ഒരിക്കലും വീട്ടാൻ കഴിയില്ല. വീട്ടാൻ കഴിയുന്ന ഒന്നല്ലത്. അത് ജീവിതകാലം മുഴുവനും നമ്മൾ ആ കടപ്പാട് നിറവേറ്റിയേ പറ്റൂ. അത് മറക്കരുത്. ഇതൊക്കെ ഓർമ്മിപ്പിച്ചു എന്നാണ് രാവണനോട് കുംഭകർണൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. രാവണൻ്റെ പുത്രൻ ഹനുമാനെ തീകൊളുത്തി വിട്ട ആൾ. ഹനുമാനെ തീകൊളുത്തി വിട്ട ഒരാളുണ്ട്, ഇന്ദ്രജിത്ത്. രാവണൻ്റെ മകനെ, ഇന്ദ്രനെപ്പോലും ജയിച്ചവനായതുകൊണ്ടാണ് അവന് ഇന്ദ്രജിത്ത് എന്നുള്ള പേര് കിട്ടിയത്. ആ ഇന്ദ്രജിത്ത് രാവണനോട് പറഞ്ഞു, മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശുവരുവൻ അനുജ്ഞയെ ചെയ്യിൽ എന്ന് ആശരാധീശ്വരനോടു ചൊല്ലിയിടിനാൻ. വിഭീഷണൻ്റെ നേരെ വിപരീതമാണ് പറഞ്ഞത്. കുംഭകർണൻ്റെ നേരെ വിപരീതമാണ് പറഞ്ഞത്. കുംഭകർണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, രാവണനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ മകനായിരിക്കുന്ന ഇന്ദ്രജിത്ത് അച്ഛനോട് പറയണത് എന്താ? അങ്ങ് എനിക്ക് ഒരു കൽപ്പന തന്നാൽ മതി, ഞാൻ പോയിട്ട് ആ മനുഷ്യനായ രാമചന്ദ്രനെ നശിപ്പിച്ച് രാമചന്ദ്രൻ്റെ കുലം മുടിച്ച് ഈ ഭൂമിയിൽ മനുഷ്യൻ എന്നുള്ളൊരു ജാതി ഉണ്ടാവില്ല, ഉന്മൂലനാശം ചെയ്ത് ഞാൻ തിരിച്ചു വരാം. അതെന്തുകൊണ്ടാണ് ഇന്ദ്രജിത്ത് അങ്ങനെ പറഞ്ഞത്? ഒന്ന്, ഇന്ദ്രജിത്തിൻ്റെ ആത്മവിശ്വാസം നല്ലതാണ്, കോൺഫിഡൻസ് നല്ലതാണ്. 2, ഒരു വീരനായിരിക്കുന്ന അച്ഛനോട് വീരനായിരിക്കുന്ന ഒരു മകൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇവിടെ യുദ്ധം ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. അച്ഛനെ തളർത്താൻ അച്ഛൻ്റെ മനഃശാസ്ത്രം മുഴുവനും അറിയുന്നൊരു മകൻ ആ തരത്തിലേ പറയൂ. അച്ഛൻ്റെ സൈക്കോളജി, അച്ഛൻ്റെ മനഃശാസ്ത്രം നന്നായിട്ട് അറിയുന്ന ഒരേ ഒരു മകനാണ് ഇന്ദ്രജിത്ത്. മേഘനാഥൻ എന്നും അവന് പേരുണ്ട്. കാരണം അവൻ്റെ ശബ്ദം മേഘം പോലെയാണ്, ഇടിവെട്ടുന്നത് പോലെയാണ് അവൻ്റെ ശബ്ദം. മേഘനാഥൻ എന്നാണ് അവൻ്റെ പേര്. അവൻ കൊടുത്ത ഉപദേശം, എന്നെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അപ്പം പോയിക്കോളാം, മുടിച്ചു വരാം. അങ്ങനത്തെ പുത്രന്മാരുമുണ്ട്, നല്ല പുത്രന്മാരുമുണ്ട്, ചീത്ത പുത്രന്മാരുമുണ്ട്. ശർവരീ ദീപകശ്ചന്ദ്ര, പ്രഭാതോ ദീപകോ രവി, പ്രഭാതേ ദീപകോ രവി, ത്രൈലോക്യ ദീപകോ ധർമ്മ, സപുത്ര കുലദീപക എന്ന് പറയുന്നുണ്ട്. ഭവഭൂതി പറയുന്ന ഒന്നാണ്. നല്ല പുത്രന്മാർ രാത്രിയെ ചന്ദ്രൻ പ്രകാശിപ്പിക്കും, സൂര്യൻ പകലിനെ പ്രകാശിപ്പിക്കും. നല്ലൊരു പുത്രൻ ആ കുലത്തെ പ്രകാശിപ്പിക്കും. പ്രഹ്ലാദൻ ആ രാക്ഷസ കുലത്തെ മുഴുവനും പ്രകാശിപ്പിച്ചു. പക്ഷേ ഇന്ദ്രജിത്തോ രാക്ഷസ കുലത്തെ മുഴുവനും നശിപ്പിച്ചു. അതാ ഉണ്ടായത്. ത്രൈലോക്യ ദീപകോ ധർമ്മ, 3 ലോകത്തെയും ധർമ്മം പ്രകാശിപ്പിക്കും. ഇതൊന്നും മറക്കരുത് എന്ന് പറയണം. തുടർന്ന് വിഭീഷണൻ വന്നു രാവണൻ്റെ അടുത്ത്. വിഭീഷണൻ വന്ന് രാവണനോട് പറഞ്ഞു, ഒരിക്കലും രാമചന്ദ്രനോട് പൊരുതാൻ ഈ ലോകത്തിൽ ആരുമില്ല. നേരേ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ആരാ ശ്രീരാമൻ എന്നങ്ങക്ക് അറിയൂ? മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ, പന്നിയായി മന്നിടം പാലിച്ചുകൊള്ളുവാൻ
പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശുപാം വീരനെ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. ഇതാണ് നാരായണൻ. ഇച്ഛയോടെ സുരാസുര സഞ്ജയം സ്വച്ഛവാരിധി തോയം കടയുമ്പോൾ കച്ഛപാകൃതി കൈക്കൊണ്ടുമേ വിടും വിശ്വവ്യാപിയെ കാണുമാറാകണം. ഈശലെന്നിയെ സൂകരവേഷമായി ദ്വേഷിച്ചിടും ഹിരണ്യാക്ഷനെ കൊന്നു ധാത്രിചക്രത്തെ വീണ്ടുകൊണ്ടൊന്നൊരു രൂപമമ്പോടു കാണണം ഗോവിന്ദ. ഏണനേർമിഴി ജാനകിയാളിനെ ബാണമെയ്തു വധിച്ച അല്ലേ ആ ശ്രീരാമനാരാ? ജാനകിയാളിനെ കട്ടുകൊണ്ടുപോയ രാവണനെ വധിച്ച ആ ശ്രീരാമചന്ദ്രനാരാ? ഭഗവാൻ ആദിനാരായണ മൂർത്തിയാണ്. വരാഹമൂർത്തിയായിട്ട് വന്നതാരാ? ആദിനാരായണ മൂർത്തിയാണ്. എത്ര അവതാരങ്ങളാണ് ഭഗവാൻ ഉണ്ടായത്. മത്സ്യകൂർമോ വരാഹോ അല്ലേ, നൃഹരി നരസിംഹമായിട്ട്, മത്സ്യമായിട്ട്, കൂർമ്മമായിട്ട്, വരാഹമായിട്ട്, ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട്, ബലരാമനായിട്ട്, അവസാനം കൃഷ്ണനായിട്ട്, ഇനി വരാൻ പോകുന്നു കൽക്കിയായിട്ട്, ഇങ്ങനെ 10 അവതാരങ്ങളല്ല. ഒരു വിരലിൽ എണ്ണാൻ കഴിയില്ല എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി പറയേണ്ടായി പരീക്ഷിത് മഹാരാജാവിനോട്. മഹാരാജാവേ, മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വിരലിൻ്റെ മുകളിൽ എണ്ണാൻ കഴിയില്ല, അത്രയും അവതാരങ്ങളാണ്. അംശാവതാരം, ആവേശാവതാരം, പൂർണ്ണാവതാരം, എത്ര അവതാരങ്ങളാണ്. ഭഗവാൻ കൃഷ്ണൻ്റേതാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ പുണ്യ പൂർണ്ണാവതാരം. അതാണ് പൂർണ്ണാവതാരം. മറ്റതൊക്കെ കലകൾ വന്ന് അവതരിച്ചതാണ്. ഏതായാലും ഇതൊക്കെ പറഞ്ഞു കൊടുത്തു വിഭീഷണൻ. എന്നിട്ട് പറഞ്ഞു, ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ളുക മടിയാതെ മൈഥിലീ ദേവിയെ കൊണ്ട് കൊടുത്തുതൽ പാദാംബുജത്തെ നമസ്കരിച്ചിടുക. തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. ഏറ്റവും കൃപയുള്ള തമ്പുരാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആറാം തമ്പുരാൻ. ഇത് ആറാം തമ്പുരാനുമല്ല, അതിനപ്പുറത്തൊരു സംഖ്യ ഉണ്ടെങ്കിൽ അതിൻ്റെയും അപ്പുറത്ത് നിൽക്കുന്നൊരു തമ്പുരാനാണ് സാക്ഷാൽ നാരായണമൂർത്തി. അതുകൊണ്ട് സീതാദേവിയെ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് പറയാ, ശ്രീരാമചന്ദ്ര, ഒരു തെറ്റ് പറ്റി, അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ കാലിൽ തൊട്ട് നമസ്കരിക്കുക എന്ന് വിഭീഷണൻ പറഞ്ഞു. കാരണം എന്താ? വിഭീഷണൻ ബ്രഹ്മദേവനോട് തപസ് ചെയ്ത് ചോദിച്ചത് വിഷ്ണുഭക്തിയാണ്, അല്ലാതെ നിർദേവത്വോ ഒന്നുമല്ല. ചോദിച്ചത് വിഷ്ണുഭക്തി മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിഭീഷണൻ ചിരഞ്ജീവിയാണ്, വിഷ്ണുഭക്തിയുള്ളവനാണ്, ഭക്തിക്ക് നാശമില്ല. അതുകൊണ്ടാണ് വിഭീഷണൻ ചിരഞ്ജീവിയാണെന്ന് പറയാൻ കാരണം. ഭക്തി നശിക്കുന്നില്ല, അതേപോലെ പകയും നശിക്കുന്നില്ല. അതുകൊണ്ടാണ് അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണെന്ന് പറഞ്ഞത്. പകയ്ക്ക് നാശമില്ല, ഭക്തിക്കും നാശമില്ല. എവിടെ പകയുണ്ടോ ലോകാവസാനം വരെ പകയും വൈരാഗ്യവും ഉണ്ടാവും. ലോകാവസാനം വരെ ഉണ്ടാവും എന്ത്? ഭക്തിയും ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം നമ്മളെന്താ ചെയ്തു? ഉരുൾപൊട്ടിയ സ്ഥലത്തൊക്കെ അല്ലേ ജലമൊക്കെ എല്ലാവരും ഇറങ്ങിയപ്പോൾ ചെളി, ജലമൊക്കെ ഇറങ്ങി, വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ ചെളിയായി. ഇനി അടുത്തത് എന്താവും? ആ ചെളി വാരി എറിയാൻ തുടങ്ങും. ഒരാൾ പറഞ്ഞതാണ്. ജലമൊക്കെ വാർന്നു പോയി, ഇനി അവസാനം പരസ്പരം ആ ചെളി വാരി എറിയാൻ തുടങ്ങുന്നു. ആ കാലം കഴിഞ്ഞാൽ പക ഒരിക്കലും മാറില്ല. അത് അവസാനം വരെ പക ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. കലഹം എല്ലാവരോടും തുടങ്ങാം, പക്ഷെ ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് കലഹം തുടങ്ങിയാൽ ആരും സഹായിക്കാനുണ്ടാവില്ല. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. ഇഷ്ടം വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും. രാവണ മഹാരാജാവേ, ബന്ധുക്കളുണ്ടാവും. ഇപ്പം ഇന്ദ്രജിത്തൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? മകനാണ് ഇന്ദ്രജിത്ത് പറഞ്ഞത് കേട്ടില്ലേ? അവരൊക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ പിൻവലിയും.
അതുകൊണ്ട് സംശയമെന്നിയേ നൽകുക ദേവിയെ, വംശം മുടിച്ചു കളയായിക വേണമേ. ഈ രാക്ഷസ വംശം മുടിച്ചു കളയരുതേ. ജ്യേഷ്ഠ, എനിക്കൊരു ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ ജ്യേഷ്ഠ, ഈ രാക്ഷസ വംശം നശിച്ചു പോകരുത്. അതുകൊണ്ട് അങ്ങ് സീതാദേവിയെ കൊണ്ടുപോകും. പിന്നെ അങ്ങയ്ക്ക് പറ്റുന്ന തെറ്റുകൾ എന്താ? ഒപ്പം നിൽക്കുന്നവർ അങ്ങയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ വാക്കുകൾ കേട്ട് അത് തന്നെയാണ് വേദം എന്ന് വിചാരിച്ചാൽ അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്ന് നിർണയം. ഇപ്പം ശിങ്കുരികളായിട്ട് കുറേ ആൾക്കാർ പിന്നാലെ ഉണ്ടാവും, ഒപ്പുണ്ടാവും. അവരോരോന്ന് പറഞ്ഞ് അങ്ങക്ക് ഇതൊന്നും അറിയില്ല. അങ്ങ് നിഷ്കളങ്കനായിരിക്കും, പാവമായിരിക്കും, പക്ഷെ അങ്ങയെ തെറ്റിദ്ധരിപ്പിക്കും. ഇവർ പിന്നാലെ നടന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ സേവക്കാർ പിന്നാലെ ശിങ്കിളികളായിട്ട് നടന്ന് ഓരോന്ന് അങ്ങയ്ക്ക് പറഞ്ഞ് ചെവിയിൽ പറഞ്ഞ് തരും. അങ്ങ് അത് സത്യമാണെന്ന് വിചാരിക്കും. അത് സത്യമാണെന്ന് വിചാരിക്കും അങ്ങ്. എന്നിട്ടെന്താവും? അങ്ങ് നേരായ വഴിക്ക് നടക്കില്ല. ഓരോ കുഴപ്പങ്ങൾ അങ്ങ് വരുത്തി വയ്ക്കും. അത് അങ്ങയുടെ കുറ്റമല്ല. ഒപ്പം നിൽക്കുന്ന ഈ മിത്രഭാവം നടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങയുടെ ഏറ്റവും വലിയ ആൾക്കാരാണ് ഞങ്ങൾ, അടുപ്പുള്ളവരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വരുത്തി വയ്ക്കുന്ന വികടത്തരങ്ങളാണ്. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. എന്തായാലും മരണം അടുത്തു അങ്ങയ്ക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ സിദ്ധൌഷധങ്ങളൊന്നും അങ്ങയ്ക്ക് ഏൽക്കില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങയ്ക്ക് വിലപ്പോവില്ല എന്ന് എനിക്കറിയാം. കാരണം മരണം അടുത്ത ഒരാളെ വൈദ്യരെ കൊണ്ടുവരും. പണ്ടൊക്കെ വൈദ്യര് വന്നു കഴിഞ്ഞാൽ എന്താവും? വേഗം കയ്യെ പിടിച്ച് ഒന്നങ്ങ് നോക്കും, പൾസ് നോക്കുക എന്ന് പറയാം. പണ്ട് ഉപകരണങ്ങളൊന്നുമില്ല, നാടിമിടിപ്പ് നോക്കും. മിടിപ്പ് നോക്കിയിട്ട് പറയും, കർത്തവാവാണ്, അടുത്ത ചൊവ്വാഴ്ച അത് കഴിയില്ല. എന്താ വൈദ്യരെ? അല്ല, അടുത്ത ചൊവ്വാഴ്ച കർത്തവാവാണ്, അത് കഴിയില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരോടും വിവരമൊക്കെ പറഞ്ഞോളൂ എന്ന് പറയും. ചൊവ്വാഴ്ച വരെ കാത്തിരിക്കും. ചൊവ്വാഴ്ച കർത്തവാവും കഴിഞ്ഞ് ബുധനാഴ്ച ആയപ്പോഴേക്കുള്ള പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇങ്ങനെ വരികയായി. അപ്പോൾ ഇവരും ചോദിച്ചു, വൈദ്യരല്ലേ പറഞ്ഞത് കർത്തവാവിനെ കഴിയില്ല എന്ന് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, അതല്ലേ, കാരണം ഭഗവാൻ ഇച്ഛിക്കുന്നതാണ്, വൈദ്യരിച്ഛിക്കുന്നതല്ല. ഏറ്റവും വലിയ വൈദ്യൻ ആരാ? ഔഷധം ജഗതസേതു അല്ലേ, സഹസ്രനാമത്തിൽ കാണാം. വിഷക്കാര, അതും ഭഗവാൻ തന്നെയാണ്. ഭേഷജം ആരാ? ഭേഷജം ഭിഷക് എന്നാണ്. ഔഷധം ഭേഷജം ഭിഷക്ക്. മരുന്ന് കൊടുക്കുന്ന വൈദ്യനും ഒക്കെ ഭഗവാൻ തീരുമാനിക്കുന്നത് ആയുസ്, അല്ലാതെ വൈദ്യര് തീരുമാനിക്കുന്നതല്ല. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടോ, പേടിക്കണ്ട എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇതൊക്കെ വിഭീഷൺ പറഞ്ഞു കൊടുത്തു എന്നാണ്. വിഭീഷൺ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് പോയി. പക്ഷേ രാവണന് ഇളക്കൊന്നുമില്ല കേട്ടോ. രാവണൻ ഇതൊക്കെ കേട്ടു. രാവണന് യാതൊരു മാറ്റവും ഇല്ല എന്നാണ്. അപ്പോഴാണ് ഈ രാവണൻ്റെ ഒരു ചാരനുണ്ട്. ഈ പണ്ട് രാജാക്കന്മാർക്കൊക്കെ എങ്ങനെ ഉണ്ടാവും ചാരൻ. ഇപ്പം രാവണൻ ഇതൊക്കെ അറിഞ്ഞു. അങ്ങനെ പുറത്ത് അവർ സൈന്യം അവിടെ കാവൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സൈന്യത്തിന് എത്ര ശക്തിയുണ്ട്, എത്ര അംഗബലം ഉണ്ട്, എത്ര ആയുധങ്ങളുണ്ട്, എത്രയാണ് അവരുടെ വീര്യം, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞയക്കുന്നുണ്ട്. അയാളുടെ പേരാണ് ശുകൻ. ഭാഗവതത്തിലെ ശുകനല്ല കേട്ടോ, അത് ശുഗബ്രഹ്മർഷിയാണ്. അത് ബ്രഹ്മർഷിയാണ്. അദ്ദേഹത്തിൻ്റെ ചാരനൊന്നും പറയാൻ പാടില്ല. ഇതൊരു ചാരൻ്റെ പേരാണ്, ശുകൻ, രാക്ഷസനാണ്. അവനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ശുക നീ ഒന്ന് പോയി നോക്കണം എത്രയാണ് അംഗബലം. ശുകൻ വേഗം അവിടുന്ന് ചാടി മായാവിദ്യ പ്രയോഗിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് വന്ന് ശുകനെ തിരിച്ചറിഞ്ഞു. വാനര സൈന്യം അവരൊക്കെ പാടകൂടി ശുകനെ കെട്ടിമറിഞ്ഞ് പിടിച്ചു ബന്ധിച്ച് ശുകനെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് ചെന്നെത്തിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, നീ ആരാ? അപ്പോൾ അടുത്ത് വരയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ചാരനാണ്. എന്താ പേര്? ശുകൻ. നീ എവിടുന്നാ വരണത്? അപ്പോൾ ലങ്കയിൽ നിന്ന് രാവണൻ പറഞ്ഞയച്ചതാണ്. ഇതൊക്കെയാണ് രാവണൻ പറയാൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വാനരന്മാർ പറഞ്ഞു, ഇനി ഇവനെ ജീവനോടെ വെച്ചേക്കരുത്, ഇവനെ വധിക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദൂതനെ ഒരിക്കലും കൊല്ലാൻ പാടില്ല. ദൂതനെ കൊന്ന ചരിത്രമില്ല എവിടെ. ദൂതനെ കൊല്ലാൻ പാടില്ല. ഇവൻ രാവണൻ ദൂതൻ. ഇവന് നല്ലൊരു സന്ദേശം കൊടുത്തിട്ട് തിരിച്ചങ്ങോട്ട് വിടും
രാവണൻ്റെ അടുത്തേക്ക്, ലങ്കയിലേക്ക് ഇവൻ പോയിട്ട് നമ്മുടെ വിവരങ്ങളൊക്കെ പോയി പറയട്ടെ. പറയുമ്പോൾ ഒരു സന്ദേശം ഇതാണ്: നീ പോയിട്ട് രാവണനോട് പറയണം, അതായത് സീതാദേവിയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മോചിപ്പിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണം. ഒന്ന്, എത്തിക്കുന്നില്ല എങ്കിൽ നേരിട്ട് യുദ്ധം ചെയ്ത് ശ്രീരാമചന്ദ്രനെ ജയിക്കണം. എന്നാൽ കുഴപ്പമില്ല, യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രനെ ജയിച്ചാൽ സീതാദേവിയെ വീണ്ടെടുത്താൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളിതാ എത്തുകയായി, അടുത്ത നിമിഷം ലങ്കയിലേക്ക് എത്താൻ പോകുന്നു എന്ന് രാവണനോട് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു. ശുകനെ പറഞ്ഞയക്കുന്നു. തുടർന്ന് സേതുബന്ധനമാണ്, അതെൻ്റെ വിഷയമല്ല. സേതുബന്ധനം നാളെ അച്യുതൻകുട്ടിയേട്ടനാണ് പറയുക. ഇവിടുത്തെ പഴയ അച്യുതൻകുട്ടി വാര്യർ, സി വി അച്യുതൻകുട്ടി വാര്യർ നാളെ അത് പറയും. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ടോക്കൺ വിതരണം ചെയ്യുകയാണ്. ടോക്കൺ തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കൊണ്ടുവന്ന് തരാം. ടോക്കൺ ആവശ്യമുള്ളവർ ടോക്കൺ വാങ്ങിക്കോളൂ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണ ഏതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ. ശിവശിവകരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യോ സുഖമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്.